ഹലോ. ഈ ഒരു പിക്ചറൊക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? നമ്മൾ ഇന്ന് എന്താണ് ഫുള്ള് പഠിച്ച് ബൈഹാർട്ട് ആക്കാൻ പോകുന്നതെന്ന്? പ്രക്ഷോഭങ്ങളും സമരങ്ങളുമാണ് നമ്മുടെ ടോപ്പിക്. ഫുൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും റിലേറ്റഡ് ഫാക്റ്റും പറഞ്ഞ് റിവൈസ് ചെയ്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഇതിലെ ഓരോ പടങ്ങൾ കാണുമ്പോഴും അറിയാം ഓരോരോ പ്രക്ഷോഭങ്ങളും സമരങ്ങളും റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ഇതുവരെ ചോദിച്ചിട്ടുള്ളതെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഒട്ടും സമയം കളയാനില്ല. ഓക്കെ, അപ്പം ദ ഫ്യൂച്ചർ ഡിപ്പെൻസ് ഓൺ വാട്ട് യു ഡു ടുഡേ. പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യങ്ങൾ മാനസികമായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങൾ നോക്കണം. നമ്മുടെ നാളെ നിശ്ചയിക്കുന്നത് നമ്മളാണ്. അത് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു അതുപോലെ ഇരിക്കും. അപ്പോഴേ എക്സാം ഇപ്പൊ വരുന്നുണ്ട്, LDC LPUP എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഈ എക്സാമിന് വേണ്ടി ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ എന്തായാലും പിന്നീട് ലാസ്റ്റിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്നതിനേക്കാൾ അഡ്വാൻറ്റേജ് കൂടുതലാണ്. ആത്മാർത്ഥമായി പഠിച്ചോ, ഞങ്ങളുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ഇതിലെ നമുക്ക് സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളിലെ കുറെ ഭാഗങ്ങൾ ഇതിൽ വരും. ദേശീയ പ്രസ്ഥാനങ്ങളിലെ ഒത്തിരി ചോദ്യങ്ങൾ ഇതിൽ വരും. പ്രക്ഷോഭങ്ങളും സമരങ്ങളും റിപ്പീറ്റഡ് ആയിട്ടുള്ള എല്ലാ ഭാഗവും ഇവിടെ എടുക്കുക. അപ്പൊ നമുക്ക് ഓരോരോ സെറ്റ് ആയിട്ട് ചെയ്തു പോവാം. ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഇഷ്ടപ്പെട്ടത്, എന്തൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യും, ഇതെല്ലാം പറഞ്ഞ് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. തുടങ്ങാം നമുക്ക്. അപ്പൊ മോസ്റ്റ് റിപ്പീറ്റഡ് ചോദ്യം 100+ ടൈംസ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. വയനാട്ടിലെ കുറിച്യ കലാപം നയിച്ചത് ആരാണ്? രാമൻ നമ്പിയാണ്. ഇത് ഇനിയും ഒത്തിരി തവണ വരും, അപ്പൊ റിപ്പീറ്റ് ചെയ്യാം. അപ്പം വയനാട്ടിലെ കുറിച്യ കലാപം നയിച്ചത് രാമൻ നമ്പി. വർഷം അറിയാവോ? 1812. ഒത്തിരി തവണ ചോദിച്ചു. ഓക്കെ, ഇനി മലബാറിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആരായിരുന്നു? മലബാറിൽ നടന്നത്, കേരളത്തിൽ നടന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവാണ്, കെ കേളപ്പനാണ്. അപ്പം മലബാറിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹം കെ കേളപ്പൻ. KPR ഗോപാലനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കാരണമായ പ്രക്ഷോഭം ഏതാണ്? KPR ഗോപാലനുമായി ബന്ധപ്പെട്ടത് ഏതാ? മൊറാഴ സമരം 1940. ഓക്കെ, അപ്പം 1940 മൊറാഴ സമരം ഓർത്തോണ്ട്. KPR ഗോപാലനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കാരണമായത് മൊറാഴ സമരം. റെഡി? വാഗൺ ദുരന്തം, വാഗൺ ട്രാജഡി അല്ലെ. വാഗൺ ദുരന്തം നടന്നത് ഏത് വർഷമാണ്? 1921. തുടക്കത്തിൽ അതിന്റെ ഒരു പിക്ചറും കണ്ടാ നമ്മൾ ഇങ്ങനെ വരെ വന്നത് അല്ലെ. വാഗൺ ദുരന്തം നടന്ന വർഷം 1921. റെഡി? ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിലെ ജനങ്ങൾ നടത്തിയ ആദ്യത്തെ സംഘടിത കലാപം ഏത്? 100 തവണ കൂടുതൽ ചോദിച്ചത്. 2022 പ്രിലിംസിലൊക്കെ ഒത്തിരി തവണ ഇത് വന്നത്. ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ നടത്തിയ ആദ്യത്തെ സംഘടിത കലാപം ചോദിച്ചാൽ ഏത് പറയും? സംഘടിതമായിട്ടുള്ളത് ആറ്റിങ്ങൽ കലാപമാണ്. ഓക്കെ, സംഘടിതമായിട്ടുള്ള കലാപം ഏതാന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപം. ബൈഹാർട്ട് ചെയ്തോണം. റെഡി അല്ലേ? ഇനി വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് റിപ്പീറ്റഡ് ആണ്, നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജനത നയിച്ചത് ആരാ? നാഗർകോവിൽ പറയുമ്പോഴേ ഞാൻ പറയും എന്നെ എഴുതി വെച്ചോളൂ. നാഗർകോവിൽ നായിഡു. കിട്ടി, കഴിഞ്ഞു. നാഗർകോവിൽ നായിഡു. ഓക്കെ, അപ്പൊ ദേ മീ നായിഡു ആണ് ഈ നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത്. എന്നാൽ സവർണ ജാഥ വെച്ച് പൊതുവെ എപ്പോഴും ചോദിക്കുമ്പോൾ PSC ഉത്തരം കൊടുക്കുന്നത് സവർണ ജാഥ തിരുവനന്തപുരത്ത് നിന്നും ആരായിരുന്നു? നമ്മുടെ മന്നത്ത് പത്മനാഭനാണ്. എന്നാൽ നാഗർകോവിൽ എന്നുള്ള ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. നാഗർകോവിൽ നിന്നും നായിഡുവാണ്. റെഡി? മലബാറിൽ കൂടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? കൂടിയായ്മ നിയമം നിലവിൽ വന്നത് 1929. ഒരു പോയിന്റ് ഇത് കളയരുത്, ഫുൾ ഇമ്പോർട്ടന്റ് റിപ്പീറ്റഡ് ആണ് കേട്ടോ. അപ്പൊ മലബാർ കൂടിയായ്മ നിയമം 1929. റെഡി അല്ലേ? ഇനി ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം. ഇതൊരു 100 തവണയോളം റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മുടെ സ്ലൈഡിൽ തന്നെ ഉണ്ട് ഒരു 10-20 തവണ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ എഴുതുക, അടുത്ത് നമുക്ക് പഠിക്കാം. 1936. ഓക്കെ, കൂടിയായ്മ നിയമം 1929. ക്ഷേത്രപ്രവേശന വിളംബരം 1936. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി നടന്ന കീഴടിയൂർ ബോംബ് കേസ്. ഒന്നാമത്തെ കാര്യം ഓർത്തോണം, ഈ ക്വിറ്റ് ഇന്ത്യ സമരം എന്നുള്ളത് നാഷണൽ ലെവലിൽ ഉണ്ടായിരുന്ന സമരമാണ്. ഈ നാഷണൽ ലെവലിൽ നടന്ന സമരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ ഇനി കേരളത്തിൽ നിന്ന് എന്തൊക്കെ നടന്നിട്ടുണ്ടോ അത് ചോദിച്ചിരിക്കും. അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി കീഴടിയൂർ ബോംബ് കേസ് നടന്നത് ഏത് ജില്ലയിലായിരുന്നു എന്ന ചോദ്യം. കീഴടിയൂർ ബോംബ് കേസ് കോഴിക്കോട് ജില്ലയിലായിരുന്നു നടന്നത്. കീഴടിയൂർ ബോംബ് കേസ് കോഴിക്കോട്. ഇപ്പൊ KPR ഗോപാലനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഏത് സമരത്തിന്റെ ഭാഗമായിരുന്നു ഓർമ്മയുണ്ടോ? KPR ഗോപാലൻ മൊറാഴ സമരം. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ സമരമായ കേരളത്തിൽ നടന്ന കീഴടിയൂർ ബോംബ് കേസ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? കുറച്ചു മുന്നേ നമ്മൾ പഠിച്ചു മലബാറിൽ നിന്ന്. കേരളത്തിൽ ചോദിച്ചാലും മലബാർ ചോദിച്ചാലും കെ കേളപ്പനാണ് അല്ലെ. ഇനി അടുത്തത് പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏതാണ്? പുന്നപ്ര വയലാർ സമരം നടന്നത് തുലാമ്പത്ത് സമരം അല്ലെ. അമേരിക്കൻ മോഡൽ, അറബിക്കടൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിപ്പീറ്റഡ് ചോദ്യം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946 ആണ്. 1946 പുന്നപ്ര വയലാർ സമരം. കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ്. ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ്. റെഡി? ഇനി കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം എന്ത് റിപ്പീറ്റഡ് ചോദ്യമാണ്? എവിടെയാണ്? പയ്യന്നൂർ അല്ലെ. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം ചോദിച്ചാൽ പയ്യന്നൂരാണെന്ന് ഓർത്തോണം. ഇനി പുന്നപ്ര വയലാർ കലാപം നടന്നത് തുലാമ്പത്ത് സമരം, അമേരിക്കൻ മോഡൽ ഭരണഘടന, അറബിക്കടലിൽ എന്നൊക്കെ പറഞ്ഞില്ലേ.
അപ്പം പുന്നപ്ര വയലാർ കലാപം നടന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തോണം 1946. മറക്കല്ല. മലബാർ കൂടിയായ്മ നിയമം പറഞ്ഞത് ഓർമ്മയുണ്ടോ? റീകളക്ട് ചെയ്തേ. 1929. മലബാർ കൂടിയായ്മ നിയമം 1929. കേട്ടോ. ഇനി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഇന്നത്തെ കണ്ണൂർ ജില്ലയിൽ 1935 രൂപം കൊണ്ട സംഘടന ഏതാണ്? ഈ കൂട്ടത്തിലെ ഏതാ? കർഷക സംഘമാണ്. വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഇത് ഇത്ര റെയർ ചോദ്യം, ഒത്തിരി റിപ്പീറ്റഡ് അല്ല. അതുകൊണ്ട് ഇതിനി വന്നാ നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്നുള്ള കാര്യം മറക്കല്ല. അപ്പം കണ്ണൂർ ജില്ലയിൽ രൂപം കൊണ്ട 1935 രൂപം കൊണ്ട സംഘടന ഏതാന്ന് ചോദിച്ചാൽ കർഷക സംഘമാണ്. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം റിപ്പീറ്റഡ് അല്ലേ ഇത്? അല്ലെ? ആറ്റിങ്ങൽ കലാപം. അപ്പൊ അത് റിവിഷൻ ആയിട്ട് കിട്ടിക്കോട്ടെ, അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കുന്നില്ല. ഇനി ഭണ്ഡാരപ്പാട്ട വിളംബരം നടന്ന വർഷം ഏതാണ്? കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഈ ഭണ്ഡാരപ്പാട്ട വിളംബരം നടന്നത് 1865 അല്ലെ? ഈ സമയത്തെ തിരുവിതാംകൂറിലെ രാജാവ് ആരായിരുന്നു എന്നുള്ളത് റിപ്പീറ്റഡ് ചോദ്യം. നമ്മൾ അവിടെ ഒരാൾ വരുവാണ്, പാട്ടയുണ്ടോ എന്ന് ചോദിച്ചു പറയുമ്പോൾ പൊതുവെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി എപ്പോഴും പറയും ഇല്ല എന്ന് പറയും. അപ്പൊ ഭണ്ഡാരപ്പാട്ട, പാട്ടയുണ്ടോ? ഇല്ല. ആയില്യം. ഇല്ല, ആയില്യം. ഓക്കെ, ആയില്യം തിരുനാളാണ്. ആയില്യം തിരുനാളാണ് ഭണ്ഡാരപ്പാട്ട വിളംബരം നടത്തിയത് 1865. റിപ്പീറ്റ് ചെയ്ത് തരാം കേട്ടോ. കർഷകരുടെ മാഗ്ന കാർട്ട എന്ന് പറഞ്ഞ് ചോദിക്കും. ഇനി തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം, അപ്പോഴേ നമ്മൾ ആ വർഷം ഓർത്തോണേ, 1936 അല്ലെ? അപ്പൊ ഓർത്തോണേ 1936 ബൈഹാർട്ട് ചെയ്തോണം. ഓക്കെ, അപ്പം ഈ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ക്ഷേത്രപ്രവേശന വിളംബരം ഇഷ്യൂ ചെയ്തത് ആരാണ് അറിയോ? ശ്രീചിത്ര തിരുനാളാണ് അല്ലെ? ശ്രീചിത്ര തിരുനാളാണ് നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരം ഇഷ്യൂ ചെയ്തത്. വർഷം ഉൾപ്പെടെ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചോണം. ഇനിയും ഒരു 50 തവണയോളം ഈ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ കാണും. അപ്പൊ അതൊന്നും എന്താ പറയാ, വെറുതെ തള്ളല്ല, കാരണം റിപ്പീറ്റഡ് ആണെന്ന് പറഞ്ഞു, നമ്മളത് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. റെഡി? അപ്പം ഈ ക്ഷേത്രപ്രവേശന വിളംബരം ഇഷ്യൂ ചെയ്ത ശ്രീചിത്ര തിരുനാള് 1936 ഓക്കെ. ഇനി കുറിച്യർ കലാപം നടന്ന വർഷം. ഇത് ആദ്യം നമ്മളിവിടെ കണ്ടുവന്ന ചോദ്യം. കുറിച്യർ കലാപത്തിന്റെ നേതാവ് ആരായിരുന്നു എന്നായിരുന്നു അല്ലെ? കുറിച്യർ കലാപത്തിന്റെ നേതാവ് ആരായിരുന്നു? രാമൻ നമ്പി. രാമൻ നമ്പിയായിരുന്നു. വർഷം 1812. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? അക്കാമ ചെറിയാനാണ്. റിപ്പീറ്റഡ് കേട്ടോ. അപ്പം അക്കാമ ചെറിയാനാണ് തിരുവിതാംകൂറിലെ ഝാൻസി റാണി. 2022 പ്രിലിംസിലൊക്കെ നിറച്ച് അക്കാമ ചെറിയാനായിരുന്നു. അതുകൊണ്ട് തിരുവിതാംകൂറിലെ ഝാൻസി റാണി അക്കാമ ചെറിയാനാണ്. ബൈഹാർട്ട് ചെയ്യണം. ഇനി കേരളത്തിലെ പയ്യന്നൂരിൽ ഓക്കെ, ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഈ പയ്യന്നൂര് വെച്ച് തന്നെ റിപ്പീറ്റ് ചെയ്ത് എത്ര തവണ ചോദിച്ചു? പയ്യന്നൂര്. കെ കേളപ്പൻ. ഓർത്തു വെച്ചോണം. ഏത് സത്യാഗ്രഹത്തിന്റെ പ്രചരണത്തിനായാണ് സവർണ ജാഥ നടത്തിയത്? ഏതുമായി ബന്ധപ്പെട്ട സവർണ ജാഥ? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ വർഷം 1924 കേട്ടോ. വൈക്കം സത്യാഗ്രഹം 1924. അപ്പം ഈ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ വേറെ നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? നാഗർകോവിൽ നിന്നും നേതൃത്വം നൽകും. നാഗർകോവിൽ നായിഡു. എം.ഇ. നായിഡു. എന്നാൽ തിരുവനന്തപുരത്ത് നിന്നുള്ളത് മന്നത്ത് പത്മനാഭൻ. സവർണ ജാഥ എന്തുമായി ബന്ധപ്പെട്ടതാ? വൈക്കം സത്യാഗ്രഹം. വർഷം ഏതാ? 1924. ഓക്കെ, അപ്പൊ അടുത്ത സെറ്റിലോട്ട് നമ്മൾ പോവാ. അതിന് മുന്നേ ഞാൻ ഒന്ന് പറയുക. പിന്നെ നമ്മൾ ഈ സെറ്റിൽ പറഞ്ഞത് എന്തൊക്കെയാ പ്രധാനപ്പെട്ടത്? കുറിച്യർ കലാപം അല്ലെ? കുറിച്യർ കലാപം രാമൻ നമ്പിയായിരുന്നു നേതൃത്വം. രാമൻ നമ്പി 1812 ആണല്ലോ. ഇത്ര ഓർത്തു വയ്ക്കത്തില്ലേ? ഭണ്ഡാരപ്പാട്ട വിളംബരം 1865 ആയില്യം തിരുനാള് അല്ലെ? 1865 ആയില്യം തിരുനാള്. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതാ? ക്ഷേത്രപ്രവേശന വിളംബരം, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ. ഓക്കെ ആണല്ലോ. 1936. ആരായിരുന്നു നേതൃത്വമല്ല, വിളംബരം പുറപ്പെടുവിച്ചത് ആരായിരുന്നു? ശ്രീചിത്ര തിരുനാളായിരുന്നു അല്ലെ? പിന്നെ ഇനി ഉണ്ടായിരുന്നല്ലോ മലബാർ കൂടിയായ്മ നിയമം അത്ര പോപ്പുലർ അല്ല, പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ട് അത് ചോദിക്കും. 1929. അപ്പം ഇത്തരം കാര്യങ്ങൾ കിട്ടിയില്ലേ? ഇനി അടുത്ത സെറ്റിലോട്ട് പോവാം. ഒത്തിരി റിപ്പീറ്റഡ് വരും, അത് നമുക്ക് യൂസ്ഫുൾ ആവും, പഠിച്ചെടുക്കണേ. സെറ്റ് 2 നമ്മൾ പോവുകയാണ്. താഴെ കൊടുത്തിരിക്കുന്ന തീയതികളിൽ എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്? നമുക്ക് 1936 ശ്രീചിത്ര തിരുനാൾ ഇതുവരെ അറിയാമായിരുന്നു. കുറച്ചുകൂടെ ഡെപ്തിൽ വന്നുണ്ടോ? 1936 നവംബർ 12. ഇമ്പോർട്ടന്റ് ആണ്. 1936 നവംബർ 12. 1936 നവംബർ 12 കേട്ടോ. ചാന്നാർ കലാപത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഈ ചാന്നാർ കലാപത്തിന്റെ വേറെ പേരുകൾ അറിയാം. മാറുമറയ്ക്കൽ സമരം അല്ലെ? അപ്പം ഈ ചാന്നാർ കലാപത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? മാറുമറയ്ക്കാനുള്ള അവകാശമായിരുന്നു ചാന്നാർ കലാപത്തിന്റെ ലക്ഷ്യം. ഇതിന്റെ വർഷം ചോദിച്ച 1859. നേതൃത്വം നൽകിയത് വൈകുണ്ഠസ്വാമികളാണ്. ഓക്കെ, വൈകുണ്ഠസ്വാമികളാണെന്ന് ഓർത്തു വെച്ചോണം. അടുത്തത്, മലബാറിൽ ദേശീയ സമരത്തിന് നേതൃത്വം നൽകിയ വനിത ആരാണ്?
മലബാറിൽ ദേശീയ സമരത്തിന് അല്ലെ കയ്യിൽ ഒരു കുട്ടിയുമായിട്ടായിരുന്നു നേതൃത്വം നൽകിയത്. ആക്ച്വലി അതും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മലബാർ ദേശീയ സമരത്തിന് നേതൃത്വം നൽകിയ വനിത ചോദിച്ച AV കുട്ടിമാളു അമ്മയാണ്. ഓക്കെ, AV കുട്ടിമാളു അമ്മയാണെന്ന് ഓർത്തോണം. അപ്പം AV കുട്ടിമാളു അമ്മ മലബാർ ദേശീയ സമരത്തിന് നേതൃത്വം നൽകി. തിരുവിതാംകൂറുകാർക്ക് എന്നത് ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പൊ തിരുവിതാംകൂറുകാർക്ക് എന്നുള്ളത് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലെ. ബാരിസ്റ്റർ GP പിള്ള നേതൃത്വം നൽകിയ മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാണ് തിരുവിതാംകൂറുകാർക്ക് 1891. ഓക്കെ അല്ലേ. അപ്പം മലയാളി മെമ്മോറിയൽ ഓർത്തു വെച്ചോണം. തിരുവിതാംകൂറുകാർക്ക് മലയാളി മെമ്മോറിയലിന്റെ ആണ്. ഓക്കെ, ഇനി അടുത്തത് തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു. റിവിഷൻ ആയില്ലേ? ഭണ്ഡാരപ്പാട്ട വിളംബരമാണ്. 1865 ആയില്യം തിരുനാളാണ് അല്ലെ. ആയില്യം തിരുനാള സെറ്റ്. കിഴിയൂർ ബോംബ് കേസ് നമ്മൾ റിപ്പീറ്റ് ചെയ്തതാ. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ അതേ വർഷം. ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏതാ? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാ. അത് ഓർത്തിരിക്കുമല്ലോ ഇനി അല്ലെ. ഓക്കെ, ഇനി അടുത്തത് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TK മാധവനാണ് അല്ലെ. TK മാധവൻ. ഇതിന്റെ വർഷം 1924 അല്ലെ. ഇനി വൈക്കം സത്യാഗ്രഹം തിരുവനന്തപുരത്ത് നിന്നും ആരായിരുന്നു? മന്നത്ത് പത്മനാഭൻ അല്ലെ. മന്നത്ത് പത്മനാഭൻ. നാഗർകോവിൽ നിന്നും നാഗർകോവിൽ നായിഡു അല്ലെ. നാഗർകോവിൽ നായിഡു. ഇത്രയവ ഇതുവരെ നമ്മൾ വൈക്കം സത്യാഗ്രഹം ഈ PYQ കണ്ടുകണ്ട് പഠിച്ചു വന്നത്. എന്നാൽ ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഏറ്റവും വലിയ നേതാവ് അല്ലെ നേതൃത്വം നൽകിയ വ്യക്തി എന്ന് ചോദിച്ചാൽ TK മാധവനുമാണ്. ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? കിട്ടിക്കാണും. സൂപ്പറായിട്ട്. മലയാളി മെമ്മോറിയൽ നടന്ന വർഷം നമ്മൾ പറഞ്ഞു. ഇനിയും റിവൈസ് ചെയ്യാം, ബൈഹാർട്ട് ആക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മലയാളി മെമ്മോറിയൽ നടന്ന വർഷം 1891. നേതൃത്വം ആരായിരുന്നു? ബാരിസ്റ്റർ GP പിള്ളയായിരുന്നു. ഇവിടുത്തെ ഒരു കോട്ട് അല്ലായിരുന്നു ചോദിച്ചത്? തിരുവിതാംകൂറുകാർക്ക് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാ. തിരുവിതാംകൂറുകാർക്ക് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാ. ഓക്കെ അല്ലേ. ഇനി മലബാറിലെ മാപ്പിള കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ്? ഏതാ? വില്യം ലോഗൻ കമ്മീഷൻ ആണ് അല്ലെ. വില്യം ലോഗൻ കമ്മീഷൻ ആണ്. ഓർത്തു വെച്ചോണം. വില്യം ലോഗൻ കമ്മീഷൻ. ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഒന്ന് റിവിഷൻ തരുവാണ്. ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? നമ്മൾ കഴിഞ്ഞ സെറ്റിൽ പഠിച്ചതാ. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. ഓക്കെ, ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. ഒരു റിവിഷൻ തന്നതാ. കാരണം നമ്മൾ കഴിഞ്ഞ തവണ സെറ്റ് റിവൈസ് ചെയ്തപ്പോൾ പറഞ്ഞില്ല. ഇപ്പൊ നിങ്ങൾക്ക് നല്ലപോലെ ഓർമ്മ കിട്ടുന്നില്ലേ? ഓക്കെ, അപ്പം വില്യം ലോഗൻ കിട്ടിയേ. തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരം ഇഷ്യൂ ചെയ്തത് എപ്പോഴാണ്? 1936. ഇത് മാത്രം പഠിച്ചാൽ പറ്റത്തില്ല, കാരണം വേറൊരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. മാസവും ദിവസവും നവംബർ 12 അല്ലെ. ഓക്കെ, അടുത്തത് കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം, ഓർഗനൈസ്ഡ് റിബല്യൻ. സംഘടിത കലാപം പറയുമ്പം ആറ്റിങ്ങൽ കലാപം ഓർത്തോണം. ഓക്കെ, ആറ്റിങ്ങൽ കലാപമാണത് അല്ലെ. എന്നാൽ സാധാ കലാപം ചോദിക്കും, അഞ്ചുതെങ്ങ് കലാപം. സംഘടിതമല്ല. ആദ്യത്തെ കലാപം അല്ല, ആദ്യത്തെ പ്രക്ഷോഭം ചോദിച്ചാൽ അഞ്ചുതെങ്ങാണത്. സംഘടിതം എന്നൊരു വാക്ക് വന്നാൽ ആറ്റിങ്ങൽ കലാപമാണ്. ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്, മറക്കല്ല്. ഗാന്ധിജി വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ക്ഷേത്രം സന്ദർശിച്ച വർഷം ഏതാണ്? നമുക്കറിയാം 5 തവണ ഗാന്ധിജി കേരളം വിസിറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെ. ഓക്കെ, അപ്പം ഈ ഗാന്ധിജി വൈക്കം സത്യാഗ്രഹം ഈ വൈക്കം സത്യാഗ്രഹത്തില് ഏത് വർഷമായിരുന്നു? 1924. അതുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത വർഷമാണ് ഗാന്ധിജി ഇന്ത്യയിൽ വന്നത്. കേരളത്തില് 1924 കഴിഞ്ഞ് 25 അല്ലേ. അപ്പൊ 1925 അല്ലെ. അപ്പൊ ഗാന്ധിജി വന്നിട്ടുള്ളത് 5 തവണയാണെന്ന് ഓർത്തോണം. വൈക്കം സത്യാഗ്രഹം 24 അപ്പൊ തൊട്ടടുത്ത വർഷം ഗാന്ധിജി വന്നത് 25. ഓക്കെ അല്ലേ. ശരി, അടുത്തത് ഗാന്ധിജി വൈക്കത്തെത്തിയ വർഷം പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഏതാ? 25. ഓക്കെ, തിരുവിതാംകൂറിലെ ദിവാനായിരുന്നു സർ CP രാമസ്വാമി അയ്യർ. കേട്ടോ, CP രാമസ്വാമി അയ്യർ ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹത്തിന്റെ ദുർഭരണത്തിനെതിരെ നടന്ന പ്രക്ഷോഭം ഏതാണ്? ഏതാണെന്നറിയാം? ഇവിടെ ഓപ്ഷനിൽ കിടപ്പുണ്ട്. ഞാൻ വേറൊരു ക്ലൂ തരാം. തുലാമ്പത്ത് സമരം എന്നറിയപ്പെടും. പിന്നെ അമേരിക്കൻ മോഡൽ ഭരണം അറബിക്കടലിൽ നിന്നുള്ള മുദ്രാവാക്യം 1946 നടന്നത്. കിട്ടിയോ? പുന്നപ്ര വയലാർ സമരമാണ്. ഓക്കെ, 1946 തുലാമ്പത്ത് സമരം എന്ന് അറിയപ്പെടും. പുന്നപ്ര വയലാർ സമരമാണ്. അപ്പൊ ഇത്ര ഓക്കെ അല്ലേ. നല്ല റിവിഷൻ കിട്ടിയില്ലേ? അത് ആരുമായി ബന്ധപ്പെട്ടതാ? സർ CP രാമസ്വാമി അയ്യർ. അത് ഒത്തിരി തവണ ഇനിയും ചോദിക്കും. അടുത്തത് ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിയ രാജാവ് ആരാണ്? അപ്പൊ ഈ മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകി ഉത്തരം തിരുനാളാണെന്ന് ഓർത്തു വെച്ചോണം. ഈ ചാനാർ സ്ത്രീകളുടെ മാറുമറയ്ക്കാനുള്ള അനുവാദം ഇവർക്ക് കൊടുത്ത വർഷം ഏതാ? 1859. നേതൃത്വമാരായിരുന്നു? വൈകുണ്ഠസ്വാമികളായിരുന്നു.
അല്ലെ? ഓക്കെ. അപ്പം ഉത്തരം കൊടുത്ത ആരാ? ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ 1865 ഭണ്ഡാരപ്പാട്ട ആരായിരുന്നു? കർഷകരുടെ മാഗ്ന കാർട്ട അത് ഇഷ്യൂ ചെയ്താരാ? ഭണ്ഡാരപ്പാട്ട വിളംബരം. പാട്ടയുണ്ടോ? ഇല്ല. അപ്പൊ അത് ആയില്യം തിരുനാളാണ്, അല്ലെ? എന്നാൽ 1936 ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ക്ഷേത്രപ്രവേശന വിളംബരം ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാൾ, അല്ലെ? ശ്രീ ചിത്തിര തിരുനാളായിരുന്നു. എന്നാൽ ഈ മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിയത് ആരാ? ഉത്തരം തിരുനാളുമായിരുന്നു. ഓക്കെ, ഉത്തരം തിരുനാളായിരുന്നു. ഓക്കെ. മലബാർ കലാപത്തെ അടിസ്ഥാനമാക്കി പുറത്തിറക്കിയ മലയാള ചലച്ചിത്രം ഏതാണ്? ഏതാണ് ചലച്ചിത്രം? 1921 എന്നുള്ളത്, അല്ലെ? ക്ഷേത്രപ്രവേശന വിളംബരം ഇഷ്യൂ ചെയ്തത് ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാളാണ്. റിപ്പീറ്റഡ് അല്ലേ? ഓക്കെ. അടുത്ത, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം ഏതാണ്? കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് എവിടെ? പയ്യന്നൂര്. നേതൃത്വം കൊടുത്തത് ആരാ? നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു, ഓർത്തോടെ. ഇനി ചാനാർ ലഹളയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? നമ്മളിപ്പോ പറഞ്ഞു വന്നതല്ലേ ഉള്ളൂ. ഈ ചാനാർ ലഹളയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ, അല്ലെ? എന്തായിരുന്നു ഈ ചാനാർ ലഹള എന്നുള്ള ചോദ്യവും ഉണ്ടായിരുന്നു. മാറുമറയ്ക്കാനുള്ള അവകാശവുമായി ബന്ധപ്പെട്ടതായിരുന്നു. വൈകുണ്ഠസ്വാമികളാണ് ചാനാർ ലഹള 1859 ഓക്കെ. ഇത്തരം കാര്യങ്ങൾ ഓർത്തു വെച്ചോളൂല്ലോ. മാറുമറയ്ക്കാനുള്ള അനുവാദത്തിന് വേണ്ടിയുമായിരുന്നു. ഇനി ഇവർക്ക് അനുമതി കൊടുത്തത്, ഉത്തരം കൊടുത്തത് ആരാ? ഉത്തരം തിരുനാൾ. ഉത്തരം തിരുനാൾ. അപ്പൊ അത് റിവിഷൻ ആയില്ലേ? ഓക്കെ. ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ചത് ഒത്തിരി തവണയായത്, അല്ലെ? 1936 നവംബർ 12 ശ്രീചിത്ര തിരുനാള്, കേട്ടോ. ഇനി മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കുമാരനാണ്. മയ്യഴി ഗാന്ധി കുമാരനാണ്. ഇതും റിപ്പീറ്റഡ് ആണ്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ സെറ്റും കഴിഞ്ഞു. ഇവിടെ കൂടുതലായിട്ടും വൈക്കം സത്യാഗ്രഹം ഉണ്ടായിരുന്നു, മലയാളി മെമ്മോറിയൽ ഉണ്ടായിരുന്നു, ചാനാർ ലഹള ഉണ്ടായിരുന്നു. അത് മൊത്തം നമ്മൾ നല്ലപോലെ റിവൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് യൂസ്ഫുൾ ആവും. സപ്പോസ് ബിഗിനേഴ്സ് ആദ്യമായിട്ട് ഇത് പഠിക്കുമ്പോൾ ഇത്ര സ്പീഡിൽ പോകുമ്പോൾ എന്റെ പൊന്നു സാറേ എന്തോ ഈ പറയുന്നത് എന്നുള്ള രീതിയിൽ പറയും. സ്വാഭാവിക, ഒരിക്കലും ഞാൻ നിങ്ങളെ കുറ്റം പറയത്തില്ല. അപ്പൊ എന്ത് ചെയ്യണമെന്നറിയാം? ഇത് തൊട്ട് മുന്നിലത്തെ സെറ്റ് എടുത്ത് ഒന്നുകൂടെ കണ്ട് സ്പീഡിൽ കേട്ടാൽ മതി, ശരിയാവും. സ്പീഡിൽ കേൾക്കണമെന്നില്ല, ഓൾറെഡി സ്പീഡാണ് നല്ലപോലെ, കേട്ടോ. അതുകൊണ്ട് അത് ഒന്നുകൂടെ കേട്ട് കഴിഞ്ഞാൽ സെറ്റായി മാറും. കാരണം ഓൾറെഡി ഇനി ഈ പറഞ്ഞതെല്ലാം റിവിഷൻ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് മുന്നോട്ട് പോവാം. ബാ പഠിച്ചേക്കാം. ഇനി ഇഴവ മെമ്മോറിയൽ, മലയാളി മെമ്മോറിയൽ അല്ലേ ഇതുവരെ നമ്മൾ കേട്ടത്? ഓക്കെ. അപ്പൊ ബാക്കി പുത്തനൊരെണ്ണം കൂടെ നമുക്ക് പഠിക്കാൻ സമയമായിരിക്കുന്നു. ഇഴവ മെമ്മോറിയൽ. അപ്പം ഇഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ആരായിരുന്നു ഇഴവ മെമ്മോറിയൽ? ഡോക്ടർ പൽപ്പു ആണ്. ഓക്കെ, ഡോക്ടർ പൽപ്പു ആണ്. ഡോക്ടർ പൽപ്പു 1896. അപ്പൊ മലയാളി മെമ്മോറിയൽ ഒരു റിവിഷൻ തരണ്ടായോ? മലയാളി മെമ്മോറിയൽ ആരായിരുന്നു? GP പിള്ള 1891. തിരുവിതാംകൂറുകാർക്ക് എന്നുള്ളതായിരുന്നു മുദ്രാവാക്യം, അല്ലെ? ഓക്കെ. അതിൽ ഒപ്പിട്ട ആള് തന്നെയാണ് ഈ ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പു പിന്നെ എന്ത് ചെയ്തു? ഇഴവ മെമ്മോറിയൽ തുടങ്ങി. അത് 1896. ഒന്നാം ഇഴവ മെമ്മോറിയലാണ്. ഒന്നാം ഇഴവ മെമ്മോറിയൽ 1896. രണ്ടാമത്തേത് 1900, കേട്ടോ. പഠിക്കും നമ്മൾ ഇനി. തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം, അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് നടന്ന വർഷം ഏതാണ്? നിവർത്തന പ്രക്ഷോഭം 1932 അല്ലെ? ഈ നിവർത്തന പ്രക്ഷോഭത്തിൽ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായത്, ആദ്യം ഇപ്പൊ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലേ വന്നത്? 36. ഇതൊക്കെ ഇവിടെ ചോദിക്കും. അപ്പം ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചാൽ നിവർത്തന പ്രക്ഷോഭമാണ്. C. കേശവന് നേതൃത്വം നൽകിയത്. അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും, കേട്ടോ. അപ്പം നിവർത്തന പ്രക്ഷോഭം 1932. ഓക്കെ. മലബാർ കൂടിയായ്മ നിയമം 29. കുറിച്യ കലാപം 1812. പിന്നെ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് ഏതാ? പിന്നെ പുന്നപ്ര വയലാർ സമരം 1946. ഓക്കെ. വൈക്കം സത്യാഗ്രഹം 24. ഓക്കെ. ഇത്രയും മതി. ബാക്കി നമുക്ക് വരുമ്പോൾ റിവൈസ് ചെയ്യാം. ഒന്നുകൂടെ ഉണ്ട്. മലയാളി മെമ്മോറിയൽ 1891, ഇഴവ മെമ്മോറിയൽ 1896, കേട്ടോ. ഇനി ഏത് സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായതാണ്? വാഗൺ ട്രാജഡി. ഈ വാഗൺ ട്രാജഡി എന്തുമായി ബന്ധപ്പെട്ടുണ്ടായതാ? മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാ, അല്ലെ? ഈ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ ഒരാളെ ഏൽപ്പിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു, വില്യം ലോഗൺ. റിവിഷൻ ആയിക്കോണെ. വാഗൺ ട്രാജഡി എന്തുമായി ബന്ധപ്പെട്ടതാ? മലബാർ കലാപം. മലബാർ കലാപം അന്വേഷിക്കാൻ നിയമിച്ചത് ആര്? വില്യം ലോഗണുമാണ്. ഓക്കെ അല്ലേ ഇത്? ഇനി ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ കീഴരിയൂർ ബോംബ് കേസ്? 1942 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടാണ്. നേതൃത്വം ആരാന്നറിയാം? KB മേനോനാണ്. KB മേനോൻ. കീഴരിയൂർ ബോംബ് കേസ് ചുരുക്കി എഴുതിയാലും KB എന്ന് തന്നെയാണ് വരുന്നത്, അല്ലെ? അപ്പൊ കീഴരിയൂർ ബോംബ് കേസ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാ. തിരിച്ചു ചോദിച്ചേക്കുന്നുണ്ടോ? ഓക്കെ. 1942 ആണ്. അതുമായി ബന്ധപ്പെട്ട നേതാവ് ആരാ? KB മേനോനുമാണ്, കേട്ടോ. കേരളത്തിൽ ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഏതാ? പയ്യന്നൂരാണ്. ബർദോളി എന്നറിയപ്പെടുന്ന പയ്യന്നൂരാണ്, അല്ലെ? ഇനി ഇത് വേണ്ട. 75ാം വാർഷികം ആഘോഷിച്ച സമരം ഏതാണ്?
ഏതാ കയ്യൂര് സമരവ അതവിടെ ഇരുന്നോട്ടെ. കയ്യൂര് സമരം 1941 ആണ് കാസർഗോഡ് ജില്ലയിൽ നടന്നത് കേട്ടോ. അപ്പൊ മൊറാഴ സമരം ഓർമ്മയുണ്ടോ? മൊറാഴ മൊറാഴ സമരം 1940. ഓക്കെ, കയ്യൂര് സമരം 1941. ഇനിയും റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ കിട്ടും. ഇനി ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കുണ്ടറ വിളംബരം ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. വേലുത്തമ്പി ദളവ LP-UP ഒക്കെ ആണെങ്കിൽ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ്. അപ്പം പ്രസിദ്ധമായിട്ടുള്ള കുണ്ടറ വിളംബരം നടത്തിയ മഹാനാരാണ്? വേലുത്തമ്പി ദളവയാണ് കേട്ടോ. വേലുത്തമ്പി ദളവയാണ്. ഇനി വേലുത്തമ്പി ദളവ വീരചർമ്മം പ്രാപിച്ച സ്ഥലം ഏതാണ്? മണ്ണടിയാണ്. റിപ്പീറ്റഡ് ചോദ്യം ഏതല്ലാവേ? മണ്ണടിയാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? റിപ്പീറ്റഡ് അല്ലേ? AKG ആണ്. AK ഗോപാലനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാ? AKG ആണെന്ന് ഓർത്തു വെച്ചോണം. റെഡി അല്ലേ? ഓക്കെ, ഇനി അടുത്തത് 1936 മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് ആരാണ്? ഈ മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ച വ്യക്തി ആരാ? AK ഗോപാലനാണ് കേട്ടോ. മദ്രാസിലേക്ക് പട്ടിണി ജാഥ. നിങ്ങൾ ഈ വർഷം ഇതിലിപ്പോ ഓർത്തു വെച്ചില്ലേ കുഴപ്പമില്ല, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിച്ചോളാം. എന്നാലും പറയുക, പട്ടിണി ജാഥ AKG ബൈഹാർട്ട് ചെയ്യണം. 1936 ആണ് കേട്ടോ. പട്ടിണി ജാഥ AKG, പട്ടിണി ജാഥ AKG. ഓക്കെ, അടുത്തത് മലയാളി മെമ്മോറിയൽ 1891 സമർപ്പിച്ചത് ആർക്കാണ്? മലയാളി മെമ്മോറിയൽ കൊടുത്തു, ഇഴവ മെമ്മോറിയൽ കൊടുത്തു, എന്നിട്ടോ ഒരു ഉത്തരം ഉണ്ടാകാതെ അതൊരു മൂലയ്ക്ക് കൊണ്ട് മാറ്റിവെച്ചു. ഓക്കെ, മലയാളി മെമ്മോറിയൽ കൊടുത്തത് എന്ത് ചെയ്തു? ഒരു മൂലയ്ക്ക് കൊണ്ട് മാറ്റിവെച്ചു. ഇഴവ മെമ്മോറിയൽ ഒന്നാമത്തത് കൊണ്ട് കൊടുത്തു, അതെന്ത് ചെയ്തു? ഒരു മൂലയ്ക്ക് കൊണ്ട് മാറ്റിവെച്ചു. ഓക്കെ, മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ആർക്കാ? ശ്രീമൂലം തിരുനാളിനാണ്. അപ്പൊ അത് ഓർത്തു വെച്ചോളൂല്ലോ, ശ്രീമൂലം തിരുനാളിനാണ്. അപ്പൊ കുറച്ച് നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ടോപ്പിക്സ് ഒന്ന് റിവൈസ് ചെയ്ത് പറയാം, ഒന്ന് കേട്ടോണം. മാറുമറയ്ക്കൽ സമരം, ചാനാർ ലഹള, ഇതിന് ഉത്തരവ് കൊടുത്തത് ആരാണ്? മീൻസ് അനുമതി കൊടുത്തത് ആരാണ്? മാറുമറയ്ക്കുള്ള അനുവാദം കൊടുത്തത് ആരാണ്? ഉത്തരം തിരുനാളാണ്. പണ്ടാരപ്പാട്ട വിളംബരം ആയില്യം തിരുനാള്. പിന്നെ ക്ഷേത്രപ്രവേശ വിളംബരം ശ്രീചിത്ര തിരുനാള്. പിന്നെ മലയാളി മെമ്മോറിയൽ കൊണ്ട് കൊടുത്തത്, ഇഴവ മെമ്മോറിയൽ കൊണ്ട് കൊടുത്തത് ആർക്കാണ്? മൂലയ്ക്ക് കൊണ്ടുവച്ച് ശ്രീമൂലം തിരുനാള്. ഇത്ര എണ്ണം ഓർത്തു വെക്കോ അല്ലേ? ഓക്കെ, ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ അല്ലെ? ആറ്റിങ്ങലാണ്, അത് മറക്കണ്ട. ഇതേ കയ്യൂര് സമരം ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോയാലോ? 1941 അല്ലെ? മൊറാഴ സമരം കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോയാലോ? 1940. ഇനി കീഴരിയൂർ ബോംബ് കേസ് അതേത് വർഷമാണ്? 1942. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ അതേ വർഷമാണ്. പുന്നപ്ര വയലാർ സമരം 1946 അല്ലെ? പതിയെ ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് തരാം, പഠിക്കാം കേട്ടോ. ഇനി ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് അതീവ രഹസ്യമായി അച്ചടിച്ച കേരളമെങ്ങും എത്തിയ പത്രത്തിന്റെ പേരെന്താണ്? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കേരളത്തിലെങ്ങുമുള്ള ക്വിറ്റ് ഇന്ത്യ അല്ലെ? ക്വിറ്റ് ഇന്ത്യ ക്വിറ്റ് ചെയ്തു പോയ എന്താവും? ഭാരതം സ്വതന്ത്രമാകും ഭാരതം. അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സ്വതന്ത്ര ഭാരതം എന്നുള്ളതായിരുന്നു അല്ലെ? പത്രത്തിന്റെ പേരെന്താ? സ്വതന്ത്ര ഭാരതം എന്നാണ്. ക്വിറ്റ് ഇന്ത്യ ക്വിറ്റ് ചെയ്തു പോയ സ്വതന്ത്രമാകും ഇന്ത്യ, സ്വതന്ത്ര ഭാരതം കേട്ടോ. കേരളത്തിൽ കുറിച്യ ലഹള നടന്നത് 1812. നേതാവാര? രാമൻ നമ്പി. റിപ്പീറ്റഡ് അല്ലേ അത്? ഓക്കെ, പാലക്കാട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? TR കൃഷ്ണസ്വാമി അയ്യറാണ്. പാലക്കാട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം TR കൃഷ്ണസ്വാമി അയ്യർ. അപ്പൊ പാലക്കാട് നിന്നുള്ളത് ആരാ? TR കൃഷ്ണസ്വാമി അയ്യറാണ്. മറക്കല്ലേ. ഇതുപോലെ റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ളതുണ്ട് കോഴിക്കോട് നിന്നുള്ളതും, അതും നമ്മളിപ്പോൾ പഠിക്കും. അപ്പൊ അപ്പോഴത്തേക്കും ഇത് ഓർത്ത് വെച്ചോണം. പയ്യന്നൂരിൽ നിന്നും കേരളത്തിലെയും ഒക്കെ ചോദിച്ച കേളപ്പനാണ്. പാലക്കാട് നിന്ന് TR കൃഷ്ണസ്വാമിയാണ്. പാലക്കാട് നിന്നും TR കൃഷ്ണസ്വാമി അയ്യർ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതാവായിരുന്നത് ആരാണ്? കേളപ്പൻ അല്ലെ? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതാവായിരുന്നത് കേളപ്പനാണ്. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരായിരുന്നു? വേലുത്തമ്പി ദളവ അല്ലെ? വേലുത്തമ്പി ദളവ. മലബാറിലെ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ച വർഷം? മലബാറിൽ കേട്ടോ, മലബാറിൽ. ഇനിയും വരും, ബാക്കിയുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. മലബാറിൽ 1947. 1947. സപ്പോസ് ഞാൻ ഇരിക്കുന്നതുകൊണ്ട് ഈ സ്ലൈഡ് മാഞ്ഞു പോയാൽ അതുകൊണ്ടാണ് ഇങ്ങോട്ട് എഴുതി വെച്ചത്. മലബാറിലെ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശന വിളംബരം അനുവദിച്ച വർഷം 1947. തിരുവിതാംകൂറിൽ ഏത് വർഷമായിരുന്നു? ഓർമ്മയുണ്ടല്ലോ, 1936 ആണ്, മറക്കരുത് കേട്ടോ. എന്നാൽ മലബാറിലേത് ചോദിച്ചാലും പിന്നെ കൊച്ചിയിലെ ചോദിച്ചാലും ഓക്കെ ഓർത്തോണം 1947 ആണത്. ഓക്കെ അല്ലേ? ഇത്രയും സെറ്റായിട്ട് കിട്ടിയല്ലോ.
ഓക്കെ, അപ്പൊ മലബാർ കൂടിയായ്മ നിയമം ചോദിച്ചാലോ, റിവിഷൻ 1929 ആയിരുന്നു മലബാർ കൂടിയായ്മ നിയമം, ഓർത്ത് വെച്ചോണം. പിന്നെ മലബാറിൽ ക്ഷേത്രപ്രവേശനം 1947. ഓക്കെ, എല്ലാം ഓർത്ത് വെച്ചോളൂല്ലോ. റെഡി. ഇനി കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് റിപ്പീറ്റഡ് അല്ലേ, കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. കുറിച്യ കലാപത്തിന്റെ നേതാവ് ആരാ, രാമൻ നമ്പിയുമാണ്. അത്രയും കിട്ടിയില്ലേ. അപ്പൊ നമ്മൾ അടുത്ത സെറ്റിലോട്ട് പോകുക. ഇവിടെ പ്രധാനപ്പെട്ടത് പറഞ്ഞത് എന്തായിരുന്നു, മദ്രാസിലേക്ക് പട്ടിണി ജാഥ AKG അല്ലെ, പിന്നെ കുണ്ട്ര വിളംബരം വേലുത്തമ്പി ദളവ മരിച്ച സ്ഥലം അല്ലെ, മണ്ണടി. പിന്നെ പറഞ്ഞത് പ്രധാനമായിട്ട് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരായിരുന്നു, കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരായിരുന്നു, കെ കേളപ്പൻ. പാലക്കാട് നിന്ന് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TR കൃഷ്ണസ്വാമി അയ്യർ. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് കേട്ടോ. പാലക്കാട് നിന്ന് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TR കൃഷ്ണസ്വാമി അയ്യറും. പിന്നെ മലബാറിലെ ക്ഷേത്രപ്രവേശനം 1947. മലബാറിലെ ക്ഷേത്രപ്രവേശനം 1947. അപ്പോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സൂപ്പറായിട്ട് കിട്ടിയോ? ഈ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഒന്നുപോലും മിസ്സാകരുത്. എത്ര വേണമെങ്കിലും റിവൈസ് ചെയ്ത് നിങ്ങൾക്ക് ഇത് കേൾക്കാനുള്ള അവസരവും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് പോവാം. ബ്രിട്ടീഷുകാർക്കെതിരെ നാട്ടുകാർ നടത്തിയ ആദ്യത്തെ സംഘടിത കലാപം പിന്നെ ആറ്റിങ്ങൽ വിപ്ലവമാണ് അല്ലെ, ആറ്റിങ്ങൽ വിപ്ലവം. ഇപ്പൊ അതിന്റെ വർഷം കൂടെ ഒന്ന് പറഞ്ഞു തരാം, ഒന്ന് ആഡ് ചെയ്യണേ. 1721 കേട്ടോ. 1721 ആറ്റിങ്ങൽ കലാപം, ആറ്റിങ്ങൽ വിപ്ലവം. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണിത്. സംഘടിത കലാപം മറക്കല്, സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം കേട്ടോ. എന്നാൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന, കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം, സംഘടിതം എന്നൊരു വാക്കില്ലെങ്കിൽ അത് അഞ്ചുതെങ്ങ് കലാപമാണ് കേട്ടോ. കുറിച്യ ലഹള 1812 ഓർത്തു വെക്കുവോ ഇല്ലേ? ഓക്കെ. ഇനി ചാനാർ ലഹള ആരംഭിച്ച വർഷം ഏത്? ഇതൊരു കിടിലൻ ഡിഫറെന്റ് ചോദ്യമാണ്. ചാനാർ ലഹള ഓൾറെഡി നമുക്കറിയാം നേതൃത്വം നൽകിയത് വൈകുണ്ഠ സ്വാമികൾ. മാറുമറിക്കാൻ അനുവാദം നൽകിയത് ആരാ? ഉത്തരം തിരുനാളാണ് അല്ലെ. ഈ മാറുമറിക്കാനുള്ള അനുവാദം കിട്ടിയത് ഏത് വർഷമാണ്? ഇതിനൊരു തീരുമാനമായത് എപ്പോഴാണ്? 1859. എന്നാൽ ഇത് ആരംഭിച്ചത് എപ്പോഴാണ്? 1822 കേട്ടോ. 1822 ആരംഭിച്ചത്. 1859 ഇതിനൊരു ഉത്തരം കിട്ടിയത്. ഉത്തരം തിരുനാളാ കൊടുത്തത്. മറക്കരുതേ, ഇത് ഓർത്ത് വെച്ചോണം. ഇനി ഇത് ട്വിസ്റ്റ് ഒന്നുമില്ല. ചാനാർ ലഹളക്ക് ഇത്രയേ ഉള്ളൂ. നാടാർ സ്ത്രീകളുമായിരുന്നു ഇത്തരം കാര്യങ്ങൾ അവിടെ ഉള്ളത്. ഓക്കെ. ഇനി വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം നമ്മളിത് പക്കായിട്ട് പഠിച്ചു. വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവിനെ ഒന്ന് റീകളക്ട് ചെയ്തേ. TK മാധവൻ അല്ലെ, TK മാധവൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ നാഗർകോവിൽ നിന്ന് ആരായിരുന്നു? നാഗർകോവിൽ നായിഡു. വർഷം 1924 കേട്ടോ. ജാതി വ്യവസ്ഥക്കെതിരെ നടന്ന സമരങ്ങളിൽ പ്രധാനപ്പെട്ടത്, ഇതും LPUPക്ക് റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ളതും ഭയങ്കര ഇമ്പോർട്ടന്റ് ടോപ്പിക്കുമാണ്, വൈക്കം സത്യാഗ്രഹമാണ് കേട്ടോ. അപ്പം ജാതി വ്യവസ്ഥക്കെതിരെ നടന്ന സമരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വൈക്കം സത്യാഗ്രഹം. ഏറ്റവും പ്രധാനപ്പെട്ടത് വൈക്കം സത്യാഗ്രഹമാണ് ജാതി വ്യവസ്ഥക്കെതിരെ നടന്നത്. അപ്പൊ നോക്കിയ നിവർത്തന പ്രക്ഷോഭം ഒന്ന് റിവൈസ് ചെയ്യുവാണ്. 1932 C കേശവനായിരുന്നു നേതൃത്വം. PSCയുടെ രൂപീകരണം ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു. മലയാളി മെമ്മോറിയൽ 1891 തിരുവിതാംകൂറുകാർക്ക് GP പിള്ളയായിരുന്നു നേതൃത്വം നൽകിയത്. പിന്നെന്തുണ്ടായിരുന്നു? കൊടുത്തത് ആർക്കായിരുന്നു? ഇത് കൊടുത്തപ്പോ ഒരു മൂലയ്ക്ക് കൊണ്ടുവച്ചില്ലേ, ശ്രീമൂലം തിരുനാൾ. ഓക്കെ, ശ്രീമൂലം തിരുനാളായിരുന്നു. ഇനി അടുത്തത് കയ്യൂര് സമരം 1941 കയ്യൂര് സമരം. ഇത്രയാണ് റിവിഷൻ ആയില്ലേ. ഇനി വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വൈക്കം വീരൻ, വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? അറിയാമോ? EV രാമസ്വാമി നായ്ക്കറാണ്. അപ്പൊ വൈക്കം വീരൻ, നമ്മളൊന്ന് ഇത് സപ്പോസ് പാടുള്ളവരൊന്ന് ഓർത്താൽ മതി. എല്ലാ സിനിമകളിലും നായകന്മാരെയാണ് വീരന്മാരായിട്ട് കാണിക്കും. നായകന്മാരെ വീരന്മാരായി കാണിക്കും. നായകന്മാരെ വീരന്മാരായി കാണിക്കും. അപ്പൊ വൈക്കം വീരൻ, വൈക്കം ഹീറോ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാ? EV രാമസ്വാമി നായ്ക്കറാണ്. ഓക്കെ, EV രാമസ്വാമി നായ്ക്കറാണ്. അടുത്തത് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തമിഴ് നേതാവ് ആരായിരുന്നു? തമിഴ് നേതാവ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ട് വന്നതല്ലേ ഉള്ളൂ, രാമസ്വാമി നായ്ക്കർ. വൈക്കം വീരൻ അല്ലെ, വൈക്കം വീരൻ, വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് രാമസ്വാമി നായ്ക്കറാണ്. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടു നിന്നു? ഇത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. 603 ദിവസമാണ് നീണ്ടു നിന്നത്. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടു നിന്നു? 603 ദിവസം നീണ്ടു നിന്നിരുന്നു അല്ലെ. പിന്നെ അത്രയും മതി. ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ? ഏതാ? വൈക്കം സത്യാഗ്രഹം അല്ലെ. ശരി. നാഗർകോവിൽ നിന്നും ആരായിരുന്നു? നായിഡു ആയിരുന്നു. ഇത് ഓർത്തു വെച്ചോളൂല്ലോ. അതുമല്ല, ഈ
എന്ത് വൈക്കം സത്യാഗ്രഹം വർഷം ഏതാ 1924. നേതാവ് ആരാ? TK മാധവനായിരുന്നു. ഇത്ര എണ്ണം ഓർത്തോണേ. അടുത്തതിലോട്ട് പോവാം. അയിത്തോച്ചാടനത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി സത്യാഗ്രഹം നടന്നത് കേരളത്തിലായിരുന്നു. ഏതായിരുന്നു ഈ സമരം? ഈ സമരം ഏതായിരുന്നു? നമ്മൾ പറഞ്ഞു ജാതി വ്യവസ്ഥയ്ക്കെതിരെ കേരളത്തിൽ നടന്ന ഏറ്റവും വലുതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിരുന്നു വൈക്കം സത്യാഗ്രഹം. മറക്കല്ലേ, വൈക്കം സത്യാഗ്രഹമാണ് 1924. ഇനി ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ. ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ K ദേവയാനി. ഇമ്പോർട്ടന്റ് ആണ്. ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ ആരുടെ പുസ്തകമാണ്? K ദേവയാനി. അതേപോലെ 1114 കഥ 1114 കഥ 2023 ചോദിച്ചു. 1114 കഥ 1114 ഫുൾ അക്കങ്ങളല്ലേ, മൊത്തം അക്കങ്ങളല്ലേ ഇത്. അപ്പം അക്കാമ ചെറിയാൻ ഓർത്ത് വെച്ചോളൂ, അത് എളുപ്പമായില്ലേ. അപ്പം അക്കാമ ചെറിയാനാണ് 1114 അക്കങ്ങളാണ് അക്കാമ ചെറിയാൻ. ചോരയും കണ്ണീരും നനഞ്ഞ വഴികളുണ്ട് K ദേവയാനിയുമാണ്. ഓക്കെ, ഇത് രണ്ടെണ്ണം കിട്ടിയില്ലേ. ഇനി നമ്മൾ ഓർക്കേണ്ട ഓർമ്മയുണ്ട്, നമ്മുടെ സ്വദേശി സമരവുമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിത 2 മാസം പ്രായമുള്ള കുട്ടിയെയും കയ്യിലേന്തിയായിരുന്നു ആ സമരങ്ങൾക്ക് പോയിരുന്നത്. ആരായിരുന്നു? കുട്ടിമാളുവമ്മ. അത് ഓർത്തു വെച്ചോളൂ കേട്ടോ. ഇനി കേരളത്തിലെ ഏത് ക്ഷേത്ര പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടന്നത്? ജനഹിത പരിശോധന നടന്ന ഏതാ? ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന. ഈ ഗുരുവായൂർ ക്ഷേത്രം, ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടില്ലേ, അതിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു എന്ന് റിപ്പീറ്റഡ് ചോദ്യം ഉണ്ടല്ലോ. അതറിയാമായിരുന്നു. ആരാ? AKG അല്ലെ. അപ്പൊ ഓർത്തു വെച്ചോണേ, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതാവായ K കേളപ്പൻ. ഓക്കെ, K കേളപ്പൻ. വോളണ്ടിയർ ക്യാപ്റ്റൻ AKG. ഓക്കെ, ഇതൊന്ന് തിരുത്തി വെച്ചോണേ. വോളണ്ടിയർ ക്യാപ്റ്റൻ AKG, നേതാവ് K കേളപ്പൻ. മറക്കല്ലേ. ഒന്ന് ശ്രദ്ധ മാറിയതാ, റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കൊണ്ട് വന്ന പ്രശ്നമായത്. അപ്പം ഇത് റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു പെശക് നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ തിരുത്തിയിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾ അത് കമന്റ് സെക്ഷനിൽ എടുത്തിടണം കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കണം, ഒന്നും മടിക്കരുത്. അപ്പം ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടായിരുന്നു ജനഹിത പരിശോധന. ഓക്കെ, ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടായിരുന്നു ജനഹിത പരിശോധന. ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ജനഹിത പരിശോധന. അപ്പൊ നേതാവിനെയും കിട്ടിയല്ലോ. K കേളപ്പൻ ഓർത്തു വെച്ചോണേ. K കേളപ്പൻ, വോളണ്ടിയർ ക്യാപ്റ്റൻ AKG. ഇത്രയും മറക്കല്ല. ഓക്കെ, ഇനി നമ്മൾ അടുത്തതിലോട്ട് പോകുക. 1931-32 കാലത്ത് നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം നയിച്ചത് ആരാണ്? ഗുരുവായൂർ സത്യാഗ്രഹം നയിച്ചത് ആരാ? K കേളപ്പൻ. ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ, തിരിച്ചും പറഞ്ഞതേ ഉള്ളൂ ഞാൻ അല്ലേ. അപ്പം ഗുരുവായൂർ സത്യാഗ്രഹം നയിച്ചത് ആരാ? K കേളപ്പനാണ്. ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വർഷം ചോദിക്കുമ്പം നമ്മൾ പറയേണ്ടത് 31 കേട്ടോ. 1931. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വർഷം 1931. ഓക്കെ, ജനഹിത പരിശോധന ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, പിന്നെ അതേപോലെ പറഞ്ഞത് എന്തായിരുന്നു? ഐക്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ സംഭവമായിട്ടുള്ള പ്രക്ഷോഭം ഏതാ? വൈക്കം സത്യാഗ്രഹമായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ജനഹിത പരിശോധനയാണ്. അടുത്തതിലോട്ട് പോവാം. ക്ഷേത്രപ്രവേശനത്തിനായി ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് ഏത് വർഷം? കിട്ടിയേ 1931. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടത് എന്തായിരുന്നു? ജനഹിത പരിശോധന അല്ലെ. ജനഹിത പരിശോധന. നേതാവ് ആരായിരുന്നു? K കേളപ്പൻ. ഇത്ര ഓർക്കണേ, മറക്കല്ലേ കേട്ടോ. കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഏതാ? ഞാൻ കുറച്ച് ക്ലൂ തരാം, കാരണം ചില വെറൈറ്റി ചോദ്യമാണെന്ന് തോന്നുന്നു അല്ലെ. കേരളത്തിന്റെ മാഗ്ന കാർട്ട 1936 നവംബർ 12 ശ്രീചിത്ര തിരുനാളായിരുന്നു ഇത് ഇഷ്യൂ ചെയ്തത്. ഓക്കെ, അത് മാത്രമല്ല തിരുവിതാംകൂറില് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനവും അന്നു മുതൽ ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഏതാ? ക്ഷേത്ര പ്രവേശന വിളംബരം. ഇത് പറഞ്ഞപ്പോഴേ ഓർത്ത് മലബാറിൽ ക്ഷേത്രപ്രവേശനം എപ്പം മുതൽ അനുവദിച്ചത്? 1947. കൊച്ചി ചോദിച്ചാൽ 1947 ആണെന്ന് ഓർത്തു വെച്ചോണം. ഓക്കെ, ശരി. 1921 മലബാർ ലഹളയെ നയിച്ച പണ്ഡിതന്റെ പേരെന്താണ്? അപ്പൊ ഇവിടുന്ന് ഒരു ചോദ്യം കൂടെ നിങ്ങൾക്ക് കിട്ടിയോ? മലബാർ കലാപം വർഷം. ഓക്കെ, മലബാർ കലാപം 1921. എല്ലാം കൂടെ ഒരുമിച്ച് പറയുന്നില്ല, പതിയെ ഓരോ ടോപ്പിക് വരുമ്പോൾ ഞാൻ വർഷം ആഡ് ചെയ്ത് പഴയതും റിവൈസ് ചെയ്യലാണ് എന്റെ ഉദ്ദേശം കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെച്ചോണേ. നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്തത് ഏതായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹമായിരുന്നു. ഗുരുവായൂർ 1931 കേട്ടോ. മലബാർ കലാപം 1921. ശരി. അപ്പം അതിന് നേതൃത്വം നൽകിയത് അലി മുസ്ലിയാർ ആണ്. ഓക്കെ, അലി മുസ്ലിയാർ ആണ്. 1921 മലബാർ ലഹളയെ നയിച്ച പണ്ഡിതന്റെ പേരാണ് അലി മുസ്ലിയാർ. ഓക്കെ ആണല്ലോ. അതേപോലെ ഖിലാഫത്തിന് നേതൃത്വം നൽകിയത്, ഖിലാഫത്ത് സമരത്തിന് നേതൃത്വം നൽകിയത് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. മലബാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ പണ്ഡിതൻ അലി മുസ്ലിയാർ ആണ്. മലബാർ ലഹള 1921 ആണ്. മലബാർ ലഹള
1921. അതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ നിയോഗിച്ചത് ആരെയായിരുന്നു? റിവിഷൻ വില്യം ലോഗൻ. ഓർത്ത് വെച്ചോളൂല്ലോ. ഇതുമായി ബന്ധപ്പെട്ടാണ് വാഗൺ ട്രാജഡി നടന്നത്. ഓക്കെ, ശരി. മാപ്പിള ലഹള കേട്ടോ, മലബാർ ലഹള പോലെ തന്നെ അതേ പേര് തന്നെ ഇത്, മാപ്പിള ലഹള. മാപ്പിള ലഹള നടന്ന വർഷം 1921. അപ്പൊ പേര് മാറി തന്ന തെറ്റല്ലേ? മാപ്പിള ലഹള, മലബാർ ലഹള 1921 ആണ്. റെഡി? അടുത്തത്, മലബാർ കലാപം അരങ്ങേറി താലൂക്കിന്റെ പേരെന്താണ്? ഏറനാട്. കേട്ടോ, മലബാർ കലാപം. അപ്പോഴേ ഞാൻ ആ വർഷം അങ്ങ് എഴുതും. 1921. വില്യം ലോഗൻ ആണ് അതിനെപ്പറ്റി പഠിക്കാൻ നിയോഗിക്കപ്പെട്ട ആള്. ഏറനാടാണ് താലൂക്കിന്റെ പേര്. കേട്ടോ, ഏറനാടാണ് താലൂക്കിന്റെ പേര്. ഇനി മലബാർ ലഹളയോടനുബന്ധിച്ച് നടന്ന ദുരന്തപൂർണമായ സംഭവം ഏതാണ്? വാഗൺ ട്രാജഡി. ഓക്കെ, വാഗൺ ട്രാജഡിയാണ് ആ സംഭവം. വാഗൺ ട്രാജഡി മലബാർ ലഹളയുമായി ബന്ധപ്പെട്ട് നടന്നതാണ് വാഗൺ ട്രാജഡി. വിമോചന സമരം നടന്ന വർഷം ഏതാണ്? വിമോചന സമരം 1959. അപ്പം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് താഴെ ഇറങ്ങിയത് വിമോചന സമരത്തിലാണ്. 1959. ഓക്കെ, 1959. അങ്ങനെ ഭാരത കേസരിയായ ആര് മാറി? മന്നത്ത് പത്മനാഭൻ. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആരാ? മഹാത്മാ ഗാന്ധിയാണ്. ഇത് ഓർത്തു വെച്ചോണം കേട്ടോ. ആധുനിക കാലത്തെ അത്ഭുതം ക്ഷേത്രപ്രവേശന വിളംബരം അല്ലെ. കേരളത്തിലെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം. കർഷകരുടെ മാഗ്ന കാർട്ട ഏതായിരുന്നു? പണ്ടാരപ്പാട്ട വിളംബരം. അപ്പം ആധുനിക കാലത്തെ അത്ഭുതം എന്ന് അല്ലെ കേരളത്തിന്റെ മാഗ്ന കാർട്ടയെ വിശേഷിപ്പിച്ചതെന്നും നമുക്കൊന്ന് ആഡ് ചെയ്യാം അല്ലെ. മഹാത്മാഗാന്ധിയാണ്. ഇനി അടുത്തത്, പാലിയൻ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നടന്ന പോലീസ് ലാത്തി ചാർജിൽ കൊല്ലപ്പെട്ട വിപ്ലവകാരി ആരാണ്? ആരായിരുന്നത്? AG വേലായുധനാണ് അല്ലെ. AG വേലായുധനാണ്. അപ്പൊ പാലിയൻ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് പോലീസ് ലാത്തി ചാർജിൽ കൊല്ലപ്പെട്ട വിപ്ലവകാരി AG വേലായുധൻ. ഓക്കെ, AG വേലായുധൻ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെച്ചോണം. പാലിയൻ സത്യാഗ്രഹം വർഷവും പഠിക്കണ്ടേ? അടുത്തടുത്ത് വരുന്തോറും ഞാൻ ഓരോന്ന് പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഈ സെറ്റിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചതൊക്കെ ചുമ്മാ ഒന്ന് പറഞ്ഞു വിട്ടാലോ. അപ്പോ നമ്മളിവിടെ പറഞ്ഞത് വൈക്കം സത്യാഗ്രഹമാണ് കൂടുതൽ പറഞ്ഞത്. 1924. വൈക്കം സത്യാഗ്രഹം എത്ര നാൾ നീണ്ടു നിന്നിരുന്നു എന്നുള്ളത് നമ്മൾ ഒരു തവണക്കുള്ള റിവൈസ് ചെയ്തില്ലല്ലോ. 603 ദിവസം കേട്ടോ. വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത് എത്ര നാളാ? 603 ദിവസമാണ്. അതേപോലെ നമ്മുടെ ചാനാർ ലഹള ആരംഭിച്ചത് 1822 അല്ലെ. എന്നാൽ ചാനാർ ലഹളയുടെ ഒരു അന്തിമ ലക്ഷ്യം കണ്ടെത്തിയത് 1859 വൈകുണ്ഠസ്വാമികൾ നേതൃത്വം കൊടുത്തു അല്ലെ. ഇത് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം 603 ദിവസവും. പിന്നെ നമ്മൾ ഗുരുവായൂർ സത്യാഗ്രഹം പറഞ്ഞു. ഗുരുവായൂർ സത്യാഗ്രഹം 1931. അപ്പൊ ഇത്രയും പോരെ. നമുക്ക് അടുത്തതിലോട്ട് പോവാം. പാലിൻ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നടന്ന പോലീസ് ലാത്തി ചാർജിൽ കൊല്ലപ്പെട്ട വിപ്ലവകാരി AG വേലായുധൻ. മറക്കല്ലേ, AG വേലായുധൻ. അപ്പോ നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. ഇനി ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിന്റെ അധികാരരേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാ? ക്ഷേത്രപ്രവേശന വിളംബരം അല്ലെ. ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ആധുനിക കാലത്തെ അത്ഭുതം എന്നും വിശേഷിപ്പിച്ചതിനെയാ? ക്ഷേത്രപ്രവേശന വിളംബരത്തെ. വർഷം ഓർമ്മയുണ്ടല്ലോ, 1936 നവംബർ 12 ഓക്കെ. ഇനി 1936 നവംബർ 12 ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരായിരുന്നു? നമ്മൾ പറഞ്ഞതല്ലേ, ശ്രീചിത്ര തിരുനാളാണ് അല്ലെ. ശ്രീചിത്ര തിരുനാളായിരുന്നു. അത് ഓർത്തു വെച്ചോണം. അടുത്തതിലോട്ട് പോവാം. ഈ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് പിന്നെയും ചോദിച്ചു, ചിത്ര തിരുനാളാണ്. 36 നവംബർ 12 അതുകൊണ്ട് അതൊക്കെ സ്കിപ്പ് ചെയ്യുക. കാരണം ഒത്തിരി തവണ നിങ്ങൾക്ക് ഇപ്പൊ എന്തായാലും റിവൈസ് ആയിട്ടുണ്ടാവും. എന്റെ ഉദ്ദേശം നിങ്ങൾ ബൈ ഹാർട്ട് ആയി പോവുക. ഉറപ്പായിട്ട് ഇതൊരു ഇപ്പൊ നമ്മൾ 20 തവണ പറഞ്ഞ സ്ഥിതിക്ക് ബൈ ഹാർട്ട് ഉണ്ടായിട്ട് നോക്കിക്കേ. കേരളത്തിലെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന സംഭവം ഈ കൂട്ടത്തിൽ ഏതാ? ക്ഷേത്രപ്രവേശന വിളംബരമാണ് കേട്ടോ. കേരളത്തിന്റെ മാഗ്ന കാർട്ട. അതേപോലെ ഓർമ്മയുണ്ടല്ലോ, ആധുനിക കാലത്തെ അത്ഭുതമെന്നും മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചു. ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിന്റെ അധികാരരേഖയായ സ്മൃതി എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കേരളത്തിലെ മാഗ്ന കാർട്ടയെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത്, കേരളത്തിൽ ആദ്യമായി ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ ഭരണാധികാരി ആരാ? ശ്രീചിത്ര തിരുനാളാണ്. ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. തിരുവിതാംകൂറിൽ 1936 അല്ലെ ക്ഷേത്രപ്രവേശനം ഇഷ്യൂ ചെയ്തു. എന്നാൽ മലബാറിലെ ചോദിക്കുമ്പോൾ മറക്കല്ലേ, മലബാർ ആണെങ്കിൽ 1947 ആണ്. ഓക്കെ. അപ്പൊ മലബാർ കൂടിയായ്മ നിയമം 1929. കയ്യൂർ സമരം 1941. കേരളത്തിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവമാണ്. കയ്യൂർ ഏത് ജില്ലയിലാണ്? കാസർഗോഡാണ് കേട്ടോ. 1941 കയ്യൂർ സമരം, കാസർഗോഡ് ജില്ല. ഓക്കെ, കയ്യൂർ സമരം കാസർഗോഡ് ജില്ലയാണ്.
ഇനി കയ്യൂര് സമരം ഏത് വർഷം നടന്നു? നമ്മൾ വിജയിച്ചു. അങ്ങനെ പഠിച്ച് നമ്മൾ കയ്യൂര് സമരത്തിന്റെ വർഷം പഠിച്ചു വന്നിട്ട് അവസാനം ചോദിച്ചു 1941 അല്ലെ? ഒരു കോൺഫിഡൻസ് അപ്പായിട്ടുണ്ടാവും. ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ക്ലാസ് ഇഷ്ടപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട ചാനൽസ് ഉണ്ട്, നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. ഓക്കെ, ഇനി നമ്മുടെ LDCക്ക് വേണ്ടിയുള്ള ഫ്രീ ആയിട്ട് 1 വീക്ക് ഫ്രീ ആയിട്ട് ഉള്ള ചാനലുണ്ട്, മീൻസ് ആപ്പ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് കിട്ടും. അതിനു വേണ്ടിയുള്ള സ്റ്റഡി മെറ്റീരിയൽസ് തരുന്നതും ഡെയിലി ഏത് ടോപ്പിക്സ് പഠിക്കേണ്ടതെന്ന് തരുന്ന ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട്, വാട്സപ്പ് ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അത് ഈ വരുന്ന സൺഡേയിലായിരിക്കും ഈ 1 വീക്കിലത്തെ ഫുൾ എക്സാം യൂട്യൂബിൽ ലൈവ് ആയിട്ട് നടക്കാൻ പോകുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഇത് വീഡിയോ തീരുമ്പോഴത്തേക്കും പറയാം. എന്നാലും പറഞ്ഞ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ല. ഓക്കെ, അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് ഇനി അടുത്ത ടോപ്പിക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് കമന്റ് ചെയ്താൽ തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. ഇനി മലയാളി മെമ്മോറിയലിന്റെ സൂത്രധാരൻ ആരായിരുന്നു? മലയാളി മെമ്മോറിയൽ റിവൈസ് ചെയ്തിട്ട് കുറച്ചു നേരമായി അല്ലെ? GP പിള്ളയാണ് അല്ലെ? GP പിള്ള. തിരുവിതാംകൂറുകാർക്ക് എന്ന് പറഞ്ഞത് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് GP പിള്ളയാണ്. എന്നിട്ട് ഈ മലയാളി മെമ്മോറിയലും ഇഴവ മെമ്മോറിയലും കൊണ്ട് കൊടുത്തത് ആർക്കാ? ഒരു മൂലയ്ക്ക് കൊണ്ട് വെച്ച് ശ്രീമൂലം തിരുനാള് മറക്കണ്ട. ഇനി മലയാളി മെമ്മോറിയൽ വർഷം കൂടെ പറയാം, 1891. ഡോക്ടർ പൽപ്പു ഇഴവ മെമ്മോറിയൽ 1896. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാ? GP പിള്ള. മലയാളി മെമ്മോറിയൽ ഏത് രാജാവിനെ സമർപ്പിച്ചത്? ശ്രീമൂലം തിരുനാള് അല്ലെ? ആയില്യം തിരുനാള് കിടക്കുന്നു. ഇല്ല, എന്തില്ല? ഭണ്ഡാരപ്പാട്ട്. പാട്ട ഇല്ല എന്ന് പറഞ്ഞില്ലേ? ഭണ്ഡാരപ്പാട്ട വിളംബരം 1865 കർഷകരുടെ മാഗ്ന കാർട്ട. ഓക്കെ, പിന്നെ ശ്രീചിത്ര തിരുനാൾ നേണ്ട ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടതാ. ഇവരെയൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ഇപ്പോൾ ഓർത്തു വെക്കണം കേട്ടോ. ഇനി ഒന്നുകൂടെ പറയാനുള്ളൂ, എന്തായിരുന്നു? ചാനാർ ലഹള, മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരം, അതിന് ഉത്തരം കൊടുത്തത് ആരാ? ഉത്തരം തിരുനാളുമാണ്. അപ്പം മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാൾ സമർപ്പിച്ചത് 1891 അല്ലെ? കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ മാർച്ചിങ് ഗാനമായിട്ടുള്ള വരിക വരിക സഹചരേ അല്ലെ? ഈ പാട്ട് കേട്ടില്ലേ? വരിക വരിക സഹചരെ പാടണോ? ഓക്കെ, അപ്പൊ ഈ വരിക വരിക സഹചരെ ഇത് പാടിയത് ആരാണ്? അംസി നാരായണ പിള്ളയാണ്. വെരി വെരി ഇമ്പോർട്ടന്റ്. 2023-ലും 2022-ലും ഒക്കെ റിപ്പീറ്റഡ് ആയി ചോദിച്ചാൽ വരിക വരിക സഹചരെ കേട്ടോ, അംസി നാരായണ പിള്ള. ഓക്കെ, ശരി, അടുത്തയിലോട്ട് പോവാം. വരിക വരിക സഹചരെ എന്ന ഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? പയ്യന്നൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. ഓർത്തു വെച്ചോളൂ, ബൈഹാർട്ട് ആക്കിക്കോളൂ ഇല്ലേ? അപ്പം ഉപ്പ് സത്യാഗ്രഹത്തിന്റെ മാർച്ചിങ് സോങ് ആണിത്. ശരി, പയ്യന്നൂർ സത്യാഗ്രഹം എന്ന് അടുത്ത ആൻസർ കീയിലും തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായ? വരിക വരിക സഹചര്യ ആരായിരുന്നു? അംസി നാരായണ പിള്ള. അംസി നാരായണ പിള്ള പയ്യന്നൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെയും ചോദിച്ചു, വരിക വരിക സഹചര്യ വരികൾ ആരുടെ? അംസി നാരായണ പിള്ളയാണ്. പയ്യന്നൂര് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണത്തിനെതിരെ വയനാട്ടിൽ നടന്ന കലാപം ഏതാണ്? ഏതാ? വയനാട്ടിൽ നടന്ന കലാപം കുറിച്യർ കലാപമാണ് അല്ലെ? 1812 രാമൻ നമ്പി. ഇത്രയും നേരം നമ്മൾ അത് ബൈഹാർട്ട് ചെയ്താ വന്നത്. അപ്പം എന്തിനു വേണ്ടിയായിരുന്നു കുറിച്യർ ലഹള, കുറിച്യർ കലാപം എന്ന് ചോദിച്ച ഓർത്തോണം. നികുതി പരിഷ്കരണത്തിനെതിരെയായിരുന്നു അല്ലെ? ടാക്സ് റിഫോർമേഷനെതിരെയായിരുന്നു എന്നുള്ളത് ബൈഹാർട്ട് ചെയ്തു. കുറിച്യർ കലാപം ടാക്സ് റിഫോർമേഷനെതിരെയായിരുന്നു. ടാക്സ് കുറച്ചില്ല, അതുകൊണ്ട് കുറിച്യർ കലാപം ഉണ്ടായി. ടാക്സ് കുറച്ചില്ല, അതുകൊണ്ട് കുറിച്യർ കലാപം ഉണ്ടായി. ഇനി മറക്കത്തില്ലല്ലോ? ഇല്ല. നിവർത്തന പ്രസ്ഥാനം ഉണ്ടായത് എവിടെ വെച്ചാണ്? നിവർത്തന പ്രസ്ഥാനം അല്ലെ? തിരുവനന്തപുരം. 1932 കേരള PSCയുടെ രൂപീകരണത്തിന് കാരണമായി C കേശവനായിരുന്നു നേതൃത്വം. ഇത്ര ഓക്കെ അല്ലെ? തിരുവിതാംകൂറിലായിരുന്നു. ഓക്കെ, ഇനി ഇവിടുത്തെ ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഞാൻ പറയാം, കേട്ടോണേ. തിരുവിതാംകൂർ ചരിത്രത്തിലെ ശക്തമായ രാഷ്ട്രീയ പ്രക്ഷോഭം ഏതാണ്? ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രക്ഷോഭം, ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭമാണ്. തിരുവിതാംകൂറിൽ നടന്നു അല്ലെ? അപ്പം തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചാൽ നിവർത്തന പ്രക്ഷോഭമാണ്. 1932 അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് എന്ന് അറിയപ്പെടും. അപ്പൊ നമ്മൾ ലാസ്റ്റ് സെറ്റിൽ പറഞ്ഞ പ്രധാനപ്പെട്ടത് മാത്രം ഒന്ന് റിവൈസ് ചെയ്താലോ? ഒന്ന് പറഞ്ഞത് കുറിച്യർ കലാപമാണ് അല്ലെ? കുറിച്യർ കലാപം എന്തിനു വേണ്ടിയാ? ടാക്സ് കുറച്ചില്ല, ടാക്സ് റിഫോർമേഷന് എതിരായിട്ടാണ് 1812 രാമൻ നമ്പി അല്ലെ? പിന്നെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രക്ഷോഭം ഏതായിരുന്നു? തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ രാഷ്ട്രീയ പ്രക്ഷോഭം ഏറ്റവും ശക്തമായത് നിവർത്തന പ്രക്ഷോഭമായിരുന്നു 1932 അല്ലെ? വരിക വരിക സഹചര്യ ആരായിരുന്നു ഈ വരികളും രചിച്ചത്? അംസി നാരായണ പിള്ള. എന്തുമായി ബന്ധപ്പെട്ട? പയ്യന്നൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടായിരുന്നു അല്ലെ?
ഇനി നമുക്ക് കയ്യൂർ സമരം 1941. കയ്യൂർ സമരം എവിടെ നടന്ന? കാസർഗോഡുമായിരുന്നു. ഓക്കെ, അപ്പൊ അത്രയുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടത് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. അടുത്ത സെറ്റ് തിരുവിതാംകൂറിലെ കേരള സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം. നോക്കിക്കേ, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇത് നമ്മൾ പറഞ്ഞ 1932 സി കേശവൻ. അതുമാത്രമല്ല ഇവിടുത്തെ പ്രത്യേകത എന്താ? തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രക്ഷോഭം. തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രക്ഷോഭം വിവർത്തന പ്രക്ഷോഭം. നല്ലപോലെ റിവിഷൻ കിട്ടിയില്ലേ? 36-ലെ ഇലക്ട്രിസിറ്റി സമരം നടന്നത് എവിടെ? തൃശ്ശൂരാണ് അല്ലെ? 36-ലെ ഇലക്ട്രിസിറ്റി സമരം നടന്നത് തൃശ്ശൂരാണ്. ഇത് 2022-23 ചോദിച്ചിട്ടുണ്ട്. ഈ ഇലക്ട്രിസിറ്റി സമരത്തിന്റെ ഇയർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് റീസെന്റ് ആയിട്ട് ഇത് വന്നിട്ടുണ്ട്. 2022-23 നിങ്ങൾ പഠിക്കണം. ഇലക്ട്രിസിറ്റി സമരം 36, ഇലക്ട്രിസിറ്റി സമരം 36 കേട്ടോ. ഇനി 36-ലെ ഇലക്ട്രിസിറ്റി സമരം നടന്ന നഗരം അത് തന്നെയല്ലേ ഇപ്പൊ ഒരു തവണ ഇട്ടത്. അടുത്തതിലോട്ട് പോകാം. ചാനാർ ലഹള എന്തിനു വേണ്ടിയായിരുന്നു? എന്താ? മാന്യമായ വസ്ത്രം ധരിക്കുന്നതിനായിരുന്നു. ഇത് തുടങ്ങിയത് ഏത് വർഷമാണെന്ന് റെയർ ചോദ്യം നമ്മൾ കണ്ടു, 1822. എന്നാൽ ഇവർക്ക് ഇതിനെല്ലാം ഉത്തരം കൊടുത്തത് ആരാ? ഉത്തരം തിരുനാൾ. ഏത് വർഷമാ? 1859. നേതൃത്വം നൽകിയത് ആരാ? വൈകുണ്ഠ സ്വാമികളോ. ഓക്കെ, ഇത്രയും മറക്കല്ലേ. അടുത്തത് പുന്നപ്ര വയലാർ സമരം. ഇവിടെ അത് മറഞ്ഞുപോയി, എന്നാലും ഞാൻ പറയാം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏതാ? 1946 ആണ് അല്ലെ? തുലാം 10 സമരം എന്ന് റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. ഇതിന്റെ പേരാണ് തുലാം 10 സമരം. ഇതുമായി ബന്ധപ്പെട്ടത് ആരായിരുന്നു? സർ CP രാമസ്വാമി ആയിരുന്നു. CP രാമസ്വാമി ആയിരുന്നെന്ന് മറക്കരുത് കേട്ടോ. അതേണ്ട ഇവിടെ ഉണ്ട്. സർ CP രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ ഭരണഘടനയ്ക്കെതിരായി വിപുലമായി നടന്ന സമ്മേളനം ഏതായിരുന്നു? ഏതാ? പുന്നപ്ര വയലാർ സമരം. തുലാം 10 സമരം 1946 ആണ്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ, ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലേ, എന്തുമായി ബന്ധപ്പെട്ടതായിരുന്നു? പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഇത് ഇത്ര ഓക്കെ അല്ലേ? അടുത്തതിലോട്ട് പോവാം. പുന്നപ്ര വയലാർ സമരകാലത്ത് തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു? ആ പുള്ളിക്കെതിരെ ആയിരുന്നല്ലോ ഇത് നടന്നത്. CP രാമസ്വാമി അയ്യർ. ആ ദിവാനെതിരെയായിരുന്നു നടന്നത്. ഓക്കെ അല്ലേ? അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹങ്ങളിൽ പെടാത്തതാര്? ആദ്യ ദിവസത്തെ സത്യാഗ്രഹങ്ങളെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. എന്തിനാന്ന് വെച്ചാൽ ഇത് റിപ്പീറ്റഡ് ആയി ചോദിച്ചു. 2023 ലാസ്റ്റ് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഇതുണ്ടായിരുന്നു. അപ്പം വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹങ്ങളിൽ പെടാത്തതാര്? നമുക്ക് ഇതിൽ പെട്ടവരെ അങ്ങ് പഠിച്ചാലോ. കുഞ്ഞപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ. ഇവരെ 3 പേരെ പഠിച്ചോളൂ കേട്ടോ. കുഞ്ഞപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ. ഓക്കെ, കുഞ്ഞപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ. ഈ 3 എണ്ണം ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇപ്പൊ കുഞ്ഞപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ, ഇത് 3 ഓർക്കുമല്ലോ അല്ലേ? ഓക്കെ, ഇനി കുണ്ട്ര വിളംബരം പുറപ്പെടുവിച്ച വർഷം ഇത് ആരായിരുന്നു ഇഷ്യൂ ചെയ്തത്? നമ്മൾ ഇത്ര നേരം പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? ഓക്കെ, ദളവയാർ, വേലിത്തമ്പി ദളവ. എന്നാൽ ഇത് ഏത് വർഷമാ? 1809 ജനുവരി 11 അല്ലെ? 1809 ജനുവരി 11 ആണത്. റെഡി? ഓക്കെ, അടുത്തതിലോട്ട് പോവാം. കുണ്ട്ര വിളംബരത്തിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് വിളംബരം ആഹ്വാനം ചെയ്തത് ആരായിരുന്നു? വേലിത്തമ്പി ദളവ. ഏത് വർഷമായിരുന്നു? 1809 ജനുവരി 11 ആയിരുന്നു. ഓക്കെ അല്ലേ? അപ്പം വേറൊരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിവസത്തിലെ സത്യാഗ്രഹികൾ ആരൊക്കെയായിരുന്നു? കുഞ്ഞപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ. മറക്കല്ലേ, ഒന്നുകൂടെ പറഞ്ഞത് പഠിക്കണം കേട്ടോ. ഇത് തന്നെ ചോദിക്കുന്നത് എപ്പോഴും. കൂട്ടത്തിൽ പെടാത്തതാരെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. കുഞ്ഞപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ. ബൈഹാർട്ട് ചെയ്യണേ. ഇനി കുളച്ചൽ യുദ്ധം ആരുടെ തകർച്ചയാണ് കണ്ടത്? കുളച്ചൽ യുദ്ധം ആരും ആയിട്ടായിരുന്നു അറിയോ? തിരുവിതാംകൂറും ഡച്ചുകാരും തമ്മിലായിരുന്നു. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും. അതോടുകൂടി ഡച്ചുകാരുടെ പതനമായി അല്ലെ? കുളച്ചൽ യുദ്ധം ഓർത്തു വെച്ചോണം. കുളച്ചൽ യുദ്ധം. ഈ കുളച്ചൽ യുദ്ധത്തിന്റെ റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നത് ഏത് വർഷമാണ് നടന്നത്? 1741 കുളച്ചൽ യുദ്ധം നടന്നത്. 1741. അതിൽ തിരുവിതാംകൂറിൽ ആരായിരുന്നു നേതൃത്വം നൽകിയത്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ കേട്ടോ. അപ്പൊ കുളച്ചൽ യുദ്ധം ആരുടെ തകർച്ചയാണ് കണ്ടത്? ഡച്ചുകാരുടെ തകർച്ചയാണ് കണ്ടത്. ഓക്കെ, 1741. മാർത്താണ്ഡവർമ്മ കുളച്ചൽ യുദ്ധം, അപ്പോഴേ കുളച്ചൽ യുദ്ധം 1741, 1741. ഓക്കെ, പരാജയപ്പെടുത്തിയ വിദേശ ശക്തി ഏതായിരുന്നു? ആരാ? ഡച്ചുകാരായിരുന്നു അല്ലെ? ഡച്ചുകാരനായ ഡിലനോയി ആയിരുന്നു. ഡച്ച് കപ്പിത്താനായ ഡിലനോയി ആയിരുന്നു പരാജയപ്പെടുത്തിയത്. വർഷം 1741 ആയിരുന്നു കേട്ടോ. കുളച്ചൽ യുദ്ധം ഡച്ചുകാരുമായിട്ടാ. ബൈഹാർട്ട് ചെയ്തോണേ.
100-ൽ കൂടുതൽ തവണ ഇത് ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഡച്ചുകാരുമായിട്ടുള്ളതായിരുന്നു കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും കുളച്ചൽ യുദ്ധം 1741. 1741 കുളച്ചൽ യുദ്ധം ആരെല്ലാം തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും പോർച്ചുഗീസ്, തെറ്റ്, മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു കേട്ടോ, മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു. ഇനി കേരളത്തിലെ ഡച്ച് മേധാവിത്വം അവസാനിക്കാൻ കാരണമായ യുദ്ധം ഏതായിരുന്നു? യുദ്ധം ചോദിച്ചാൽ കുളച്ചൽ യുദ്ധം 1741. എന്നാൽ ഈ ഡച്ച് മേധാവിത്വം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ചോദിക്കും. എഗ്രിമെന്റ്, ഉടമ്പടി, അത് മാവേലിക്കര ഉടമ്പടിയായിരുന്നു കേട്ടോ. മാവേലിക്കര ഉടമ്പടിയാണ്, മാവേലിക്കര ഉടമ്പടിയാണ് അത്. ഉടമ്പടി ഏതാന്ന് ചോദിച്ചാൽ മാവേലിക്കര ഉടമ്പടി. യുദ്ധം ഏതാന്ന് ചോദിച്ചാൽ കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം ബൈഹാർട്ട് ആയതുകൊണ്ട് ഇപ്പൊ മാവേലിക്കര ഉടമ്പടി പറഞ്ഞത്, അല്ലാതെ ഓവർലോഡ് ആക്കിയിട്ടില്ല, അതുകൊണ്ട് അത് പഠിക്കണം. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ആരാ? സി കേശവനാണ്. ഓക്കെ, പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? സി കേശവനാണ് പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത്. അത്ര ഓക്കെ അല്ലേ? ഒരു റിവിഷൻ ജി കെ പറയാൻ നോക്കട്ടെ. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നടന്ന പോലീസ് ലാത്തി ചാർജിൽ കൊല്ലപ്പെട്ട വ്യക്തി ആരാന്നറിയാമോ? എ ജി വേലായുധനായിരുന്നു അല്ലെ. അപ്പം പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ലാത്തി ചാർജിൽ കൊല്ലപ്പെട്ടത് ആരായിരുന്നു? എ ജി വേലായുധൻ. മറക്കല്ലേ. എന്നാൽ മൊറാഴ സമരവുമായി ബന്ധപ്പെട്ട ഒരാളെ നമ്മൾ ഇടയ്ക്കൊന്ന് പറഞ്ഞായിരുന്നു. മൊറാഴ സമരവുമായി ബന്ധപ്പെട്ടത് കെ പി ആർ ഗോപാലൻ. നിങ്ങൾക്ക് ഇത് രണ്ടും ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ അത് ഇതോടെ തീരട്ടെ. മൊറാഴ സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആരെയാ പറഞ്ഞത്? കെ പി ആർ ഗോപാലൻ. പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ലാത്തി ചാർജിൽ കൊല്ലപ്പെട്ടത് ആരെയാ പറഞ്ഞത്? എ ജി വേലായുധനുമാണ്. ഇത്ര ഓർത്തു വെക്കത്തില്ലേ? ഇനി ചാനാർ ലഹള പ്രഖ്യാപിച്ചത് എന്നാണ്? 1859. അത് നമുക്ക് നല്ലപോലെ അറിയാം അല്ലെ. ബാക്കിയും കൂടെ വേണം. 1859 ജൂലൈ 24. ഓക്കെ, ജൂലൈ 26. അപ്പം ഈ ചാനാർ ലഹള ആരംഭിച്ചത് ഓർമ്മയുണ്ടോ? ഒരു ചോദ്യം. 1822 അവസാനിച്ചത് 1859. 59 എപ്പോഴാ? ജൂലൈ 26. ജൂലൈ 26. ഓക്കെ, ജൂലൈ 26 റെഡി അല്ലേ? മലബാർ കലാപം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? കെ മാധവൻ നായരാണ്. ഓക്കെ, കെ മാധവൻ നായരാണ് മലബാർ കലാപം. മലബാർ കലാപം 1921. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു ദുരന്തം ഉണ്ടായിരുന്നു. എന്തായിരുന്നത്? വാഗൺ ട്രാജഡി ആയിരുന്നു, അതും മറക്കരുത്. ഇതുമായി ബന്ധപ്പെട്ട വ്യക്തി ആരായിരുന്നു? അലി മുസ്ലിയാർ അല്ലെ. ഇത്ര ഓർത്തോണേ. മലയാളി മെമ്മോറിയൽ ആദ്യമായി ഒപ്പുവെച്ചത് ആരാണ്? മലയാളി മെമ്മോറിയൽ ആദ്യമായി ഒപ്പുവെച്ചത് ആരാ? കെ പി ശങ്കരമേനോൻ. എന്താണെന്നറിയാമോ? പറഞ്ഞുതരാം. ഒന്നാമത് ഒപ്പുവെച്ചത് കെ പി ശങ്കരമേനോൻ. മലയാളി മെമ്മോറിയൽ 1891 കൊടുത്തത് ശ്രീമൂലം തിരുനാളിന് മൂലയ്ക്ക് കൊണ്ടുവച്ചു എന്നൊക്കെ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അല്ലെ. എന്നാൽ അതിന് നേതൃത്വം നൽകിയത് ജി പി പിള്ളയാണ്. അപ്പൊ നമ്മൾ ഉറപ്പായിട്ടും ജി പി പിള്ളയിലോട്ട് പോകും. പക്ഷെ ഓർത്തോണം, ബാരിസ്റ്റർ ജി പി പിള്ള എന്നാ മൊത്തം പേര് അല്ലെ. ബാരിസ്റ്റർ ജി പി പിള്ള, അതായത് സർക്കാരിന്റെ ഒരു വക്കീലിന്റെ ഒരു പദവിയാണ് ബാരിസ്റ്റർ എന്ന് പറയുന്നത് ആ സമയത്ത്. അപ്പോ സർക്കാരിനെതിരെ തന്നെ അന്നത്തെ ബാരിസ്റ്റർക്ക് തന്നെ പരാതി കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് ആദ്യം ഒപ്പിടിപ്പിച്ച ആള് കെ പി ശങ്കരമേനോൻ. ഇതാണ് അതിന്റെ കഥ കേട്ടോ. രണ്ടാമത് ഒപ്പിട്ടു ജി പി പിള്ള. ഓക്കെ, ആദ്യമേ ഒപ്പിടിപ്പിച്ചത് കെ പി ശങ്കരമേനോൻ, രണ്ടാമത് ജി പി പിള്ള, മൂന്നാമത് ഒപ്പിട്ട ആളാണ് ഡോക്ടർ പൽപ്പു കേട്ടോ. മലയാളി മെമ്മോറിയൽ 1891 തിരുവിതാംകൂറുകാർക്ക് കൊടുത്ത് ശ്രീമൂലം തിരുനാളിന് അല്ലെ. ഒന്നാമത് ഒപ്പുവെച്ചത് ആരാ? കെ പി ശങ്കരമേനോൻ. രണ്ടാമത് ആരാ? ജി പി പിള്ള. മൂന്നാമത് ആരാ? ഡോക്ടർ പൽപ്പുവാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഈ ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്തായാലും. ഇനി ആര്യവെള്ളം ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്? ആര്യവെള്ളം ഏതുമായി ബന്ധപ്പെട്ടതാ? ആര്യവെള്ളം പാലിയം സത്യാഗ്രഹമാണ്. ഓക്കെ, ആര്യവെള്ളം പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ആര്യവെള്ളം പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടത് ബൈഹാർട്ട് ചെയ്യണം. ആര്യവെള്ളം പാലിയം സത്യാഗ്രഹം. അപ്പം ഓർമ്മയുണ്ടോ? മലബാറിൽ സ്വദേശി പ്രസ്ഥാനവുമായി, സ്വദേശി സമരവുമായി ബന്ധപ്പെട്ട് നേതൃത്വം നൽകിയ വനിത ആരായിരുന്നു? എ വി കുട്ടിമാളുവമ്മ. 1114 കഥ ആരായിരുന്നു? അക്കാമ ചെറിയാൻ. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി അക്കാമ ചെറിയാൻ. പിന്നെ ആര്യവെള്ളം പാലിയം സത്യാഗ്രഹം. ആര്യവെള്ളം പാലിയം സത്യാഗ്രഹം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ? ഇനി പാലിയം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി ആരായിരുന്നു? നമ്മളിപ്പോ പറഞ്ഞിട്ട് വന്നതല്ലേ ഉള്ളൂ. പാലിയം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷിയെ എ ജി വേലായുധനാണ് കേട്ടോ. അപ്പം എ ജി വേലായുധനാണ് പാലിയം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി. പാലിയം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി ആരാ? എ ജി വേലായുധൻ. മൊറാഴ സമരത്തിന്റെ ആരായിരുന്നു? കെ പി ആർ ഗോപാലനും. ഓക്കെ, മൊറാഴ സമരത്തിൻ്റെത് കെ പി ആർ ഗോപാലനുമാണ്. ഇനി
അടുത്ത സെറ്റിലോട്ട് പോവാം. അപ്പൊ ഈ സെറ്റിൽ പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞതൊക്കെ ഒന്ന് പറയട്ടെ, ഒരു ക്വിക്ക് റിവിഷൻ കിട്ടട്ടെ. കുണ്ടറ വിളംബരം 1809 വേലുത്തമ്പി ദളവ. ഓക്കെ അല്ലേ? 1809 ജനുവരി 11. അതുകൊണ്ട് അത് മറക്കല്ലേ. റെഡി അല്ലേ? ശരി. പിന്നെ നമ്മൾ പറഞ്ഞത് കുളച്ചിൽ യുദ്ധമാ പറഞ്ഞത്. കുളച്ചൽ യുദ്ധം അത് 1941 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരുമായിരുന്നു അല്ലെ? ഡച്ചുകാരുമായിട്ടായിരുന്നേ. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞത് പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ? പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് സി കേശവനായിരുന്നു. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് സി കേശവൻ. പിന്നെ നമ്മൾ പറഞ്ഞത് മലയാളി മെമ്മോറിയൽ അല്ലെ? മലയാളി മെമ്മോറിയൽ ഒപ്പുവെച്ച ഒന്നാമത്തത് KP ശങ്കരമേനോൻ, രണ്ടാമത്തത് ബാരിസ്റ്റർ GP പിള്ള, മൂന്നാമത്തത് ഡോക്ടർ പൽപ്പു. അത് ഓർത്തു വെച്ചോളൂല്ലോ. ആര്യവള്ളം എന്തുമായി ബന്ധപ്പെട്ടതായിരുന്നു? ആര്യവള്ളം പാലിയം സത്യാഗ്രഹമായിരുന്നു അല്ലെ? അതേപോലെ സ്വദേശി സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നേതൃത്വം നൽകിയത് ആരായിരുന്നു? AV കുട്ടിമാളു അമ്മ. ഓക്കെ, AV കുട്ടിമാളു അമ്മയാണ്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ പ്രധാനപ്പെട്ടത്, വൈക്കം സത്യാഗ്രഹത്തിന്റെ ആദ്യ ദിനങ്ങളുണ്ടായിരുന്ന നേതാക്കളെ അറിയാം. വൈക്കം സത്യാഗ്രഹത്തിന് നമ്മൾ പഠിച്ചോർന്നുകൊണ്ട് TK മാധവനാണ് നേതാവ്. PSC ഉത്തരവ് അത് തന്നെ, TK മാധവൻ വൈക്കം സത്യാഗ്രഹം. എന്നാൽ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയാ? ഇപ്പം കുഞ്ഞാപ്പി, ബാഹുലേയൻ ആൻഡ് ഗോവിന്ദ പണിക്കർ. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ പ്രധാനപ്പെട്ടത് നമുക്ക് ഈ ഒരു സെറ്റിൽ നിന്ന് പറയാനുള്ളത്. അടുത്ത സെറ്റിലോട്ട് പോവാം നമുക്ക്. തമ്പി വേലായുധൻ ചെമ്പകരാമൻ കേട്ടില്ലേ? ആരായിരുന്നു? വേലുത്തമ്പി ദളവയാണ്. യഥാർത്ഥ നാമം ആരുടേതാണ്? വേലുത്തമ്പി ദളവയുടേത്. പഴശ്ശി കലാപം അടിച്ചമർത്താൻ വേണ്ടി തലശ്ശേരിയിൽ നിയമിച്ച സബ് കളക്ടർ ആരാണ്? TH ബാബറാണ് അല്ലെ? എന്നാൽ ആ സമയത്തെ പട്ടാള മേധാവി ഇത് റിപ്പീറ്റഡ് ആണ്. പട്ടാള മേധാവി ആരായിരുന്നു? ആർത്തർ വെല്ലസ്ലി. റിപ്പീറ്റഡ് ആണ്, ആർത്തർ വെല്ലസ്ലി ആണ്. ഇത് ഇത്രയും മറക്കരുത്. ഓക്കെ, ശരി. 1700 ഇപ്പൊ ഇത് ഇത്രയും പഠിച്ചത് കൊണ്ട് ഞാൻ തരുക, അല്ല ഓവർലോഡ് ആക്കാൻ ആദ്യം തന്നെ പേടിപ്പിച്ച് വിട്ടില്ല. 1793 മുതൽ 1797 വരെയായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവം കേട്ടോ. 1800 മുതൽ 1805 വരെയായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവം. മറക്കല്ല, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 2022 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഒന്നാം പഴശ്ശി വിപ്ലവം 93, 97. രണ്ടാമത്തേത് 1800, 1805. ഓക്കെ, അപ്പം 93, 97, 1800, 1805, 93, 97 ഒന്നാമത്തേത്, 1800, 1805. ഇത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയാമെങ്കിൽ കിട്ടും. ഓക്കെ, ശരി. അപ്പൊ അടുത്തതിലോട്ട് പോവാം. മലബാർ ഗോഖലെ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? മലബാർ ഗോഖലെ മങ്കട കൃഷ്ണ വർമ്മരാജയാണ്. ഓക്കെ, മലബാർ ഗോഖലെ എന്ന് അറിയപ്പെടുന്നത് മങ്കട കൃഷ്ണ വർമ്മരാജയാണ്. ഇനി കൂടംകുളം സത്യാഗ്രഹം താഴെ പറയുന്നതിൽ ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്? ഏതാ? കൂടൽമാണിക്യം ക്ഷേത്രം. കൂടംകുളം കൂടൽമാണിക്യം. അക്കമച്ചെറിയാനെ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ് അല്ലെ? ഗാന്ധിജി. അക്കമച്ചെറിയാന്റെ ബുക്ക് ഓർമ്മയുണ്ടോ? 1114 കഥ. അതേപോലെ പ്രധാനപ്പെട്ട രാജധാനി മാർച്ച് 1938 രാജധാനി മാർച്ച്. മറക്കല്ലേ, രാജധാനി മാർച്ച് അക്കമച്ചെറിയാനാണ്. ഇത്ര ഓക്കെ അല്ലേ? ദേശസേവിക സംഘവും 1938, അതും അക്കമച്ചെറിയാൻ. അത് മൊത്തം റിപ്പീറ്റഡ് ആണ്, പഠിക്കണം കേട്ടോ. കേരളത്തിലെ കർഷക സംഘം ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം ഏതാ? കയ്യൂര് സമരം. വെരി വെരി ഇമ്പോർട്ടന്റ്. ഇനി കയ്യൂര് സമരത്തിന്റെ വർഷം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? 1941. കയ്യൂര് സമരം എവിടെ വെച്ചായിരുന്നു? കാസർഗോഡ് വെച്ചായിരുന്നു അല്ലെ? അപ്പൊ ഇത്ര ഓർത്ത് വെച്ചോളൂല്ലോ. അപ്പൊ എന്തിനായിരുന്നു ഈ കയ്യൂര് സമരം എന്നുള്ള GK ഇവിടുന്ന് പഠിച്ചോണം. കർഷക സംഘം കേട്ടോ, കർഷക സംഘം ബ്രിട്ടീഷുകാർക്കെതിരായിട്ട്. അപ്പം കർഷകര് പണിയെടുക്കത്തില്ലേ? ഇപ്പൊ നമ്മളാണല്ലോ ഇടയ്ക്ക് തൂമ്പ കൊണ്ടും മൺവെട്ടി കൊണ്ടും ഒക്കെ മണ്ണിൽ പെരുമാറുമ്പോൾ ഊരിപ്പോത്തില്ലേ? കൈ ഊരിപ്പോത്തില്ലേ? ഇങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റുമോ? പറ്റത്തില്ലേ? മൺവെട്ടി, പിന്നെ അവിടെ നിങ്ങളുടെ ഇവിടെ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് അത് അറിയത്തില്ല. അതിന് പകരം ഇവിടെ കൂന്താലിന്നും മൺവെട്ടിന്നും ഒക്കെയാണ് പറയുന്നത്. ഓക്കെ,
അപ്പം ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കും, അതിന്റെ കൈ ഊരിപ്പോകും, കാരണം നമുക്ക് ഉപയോഗിക്കാൻ അറിയത്തില്ല കറക്റ്റ് ആയിട്ട്. അപ്പൊ കൈ ഊരിപ്പോകുന്നു. അപ്പം ഈ കയ്യൂര് സമരവുമായി ബന്ധപ്പെട്ടതാണ് കർഷക സംഘം. ഓക്കെ, കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ടതാണ് കർഷക സംഘം. കയ്യൂർ സമരം 1941 കാസർഗോഡ് വെച്ചാണ്. ഓക്കെ അല്ലെ? കരിവെള്ളൂർ സമരം കെ ദേവയാനിയാണ് നേതൃത്വം നൽകിയത്. കെ ദേവയാനിയുടെ ഓർമ്മയുണ്ടോ അല്ലെ? കണ്ണീരൊക്കെ നനഞ്ഞ വഴികൾ എന്നുള്ളത് നമ്മൾ പഠിച്ചില്ലായിരുന്നോ അല്ലെ? അതും റിവൈസ് ചെയ്ത് വെച്ചോണം. ഓക്കെ, അപ്പം കരിവെള്ളൂർ സമരം നടന്ന വർഷം ഏതാ? 1946 ആണ്. കരിവെള്ളൂർ സമരം 1946 നടന്നു. പാലിയം സത്യാഗ്രഹം പഠിക്കണ്ടായോ? പാലിയം സത്യാഗ്രഹം അല്ലേ? പാലിയം സത്യാഗ്രഹം 1947 ആണ്. പാലിയം സത്യാഗ്രഹം കേട്ടോ, 1947 പാലിയം സത്യാഗ്രഹം. കയ്യൂർ സമരം 1946. ഇനി പെരുന്നാട് ലഹള. ഓക്കെ, പെരുന്നാട് ലഹള, പെരുന്നാട് ലഹള എന്നൊക്കെ. ഇപ്പൊ പെരുന്നാട് ലഹള നടന്ന വർഷം ഏതാ? 1915. കല്ലുമാല സമരം എന്ന് ചോദിക്കും, പെരുന്നാട് ലഹള എന്ന് ചോദിക്കും. അപ്പം 1915 ഓക്കെ, കല്ലുമാല സമരം പറയും, പെരുന്നാട് ലഹള പറയും, 1915. റെഡി അല്ലേ? ഇത് ഇത്രയും. ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ഞാൻ പറയാൻ പോവാ. 1959 വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ ആളാണ്, ഭാരത കേസരിയാണ്. ആരാ? മന്നത്ത് പത്മനാഭനാണ്. റിവിഷൻ ആയിട്ടില്ലേ? അപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് ആരാ? മന്നത്ത് പത്മനാഭനുമാണ്. ഓക്കെ, അപ്പോ നമ്മുടെ ടോപ്പിക്സ് എല്ലാം ഇതുമായി ബന്ധപ്പെട്ടത് ഫുള്ളി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. എൻ്റെ ഒരു വിശ്വാസം ഈ ക്ലാസ്സിൽ ഇരുന്ന് തന്നെ നിങ്ങൾക്കൊരു 90% പഠിക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി പാടുള്ള ഏതെങ്കിലും ഭാഗം കൊണ്ട് ഒന്നുകൂടെ ബാക്ക് അടിച്ച് ഓരോ സെറ്റ് ആയിട്ട് കണ്ട് റിവൈസ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഫുൾ ആയിട്ട് കിട്ടും. ഈ ഭാഗത്തു നിന്നുള്ള മാർക്ക് ഇനി ഒരു എക്സാമിനും നിങ്ങൾക്ക് പോകത്തില്ല. നിങ്ങൾക്ക് ഇത് നല്ല പക്കയായിരിക്കും. ഇങ്ങനെ ഒരു റിവിഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പക്കയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശ്രീ ലേണിംഗ് ആപ്പിൽ LDCക്ക് വേണ്ടി 90 ദിവസത്തെ ടൈം ടേബിൾ വെച്ചിട്ടുള്ള കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ നിങ്ങൾക്ക് പഠിച്ചു പോകുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ കണ്ടന്റ് ഉൾപ്പെടെയുള്ള ഫുൾ ക്ലാസ് ആണ് നമ്മുടെ ശ്രീ ലേണിംഗ് ആപ്പിൽ ഉള്ളത്. അപ്പം ഡേ 1 മുതൽ ഡേ 1 ഒരു ടോപ്പിക് തരുന്നുണ്ട്, ഡേ 2 ഒരു ടോപ്പിക് തരും, ഡേ 3 ഒരു ടോപ്പിക് തരും, 4 തരും, 5 തരും. ഓക്കെ, തിങ്കൾ മുതൽ വെള്ളി വരെ അത്. എന്നിട്ട് 6-ാം തീയതി ഫുൾ റിവിഷൻ, അതായത് 6th ഡേ ഫുൾ റിവിഷൻ, ഇതുവരെയുള്ള ഫുൾ റിവിഷൻ. 7-ാം ദിവസം എന്ത് സംഭവിക്കും? ഫുൾ എക്സാം ആണ്. ഓക്കെ, എക്സാം ആണ്, അതും യൂട്യൂബ് ലൈവ് ആയിട്ട്. അപ്പൊ ആ എക്സാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വരുന്ന സൺഡേ 12 മണിക്ക് ലൈവ് എക്സാം ഉണ്ട്. ഓക്കെ, 12 മണിക്ക് ലൈവ് എക്സാം ഉണ്ട്. അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസും ഡെയിലി ടൈം ടേബിൾസും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കയറുക. നമ്മുടെ വാട്സപ്പ് അതിന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വാട്സപ്പിന്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. ഈ LDC 2024 എന്നുള്ള മിഷന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഗ്രൂപ്പുകളാണ് ഈ 2 എണ്ണം. ഓക്കെ, അപ്പം അതിൽ ഡെയിലി എന്ത് പഠിക്കണം എന്നുള്ള കണ്ടന്റ്സ് നിങ്ങൾക്ക് തരും. നിങ്ങൾ അത് പഠിച്ചിട്ട് വരിക. എന്നിട്ട് 6-ാമത്തെ ദിവസം റിവിഷൻ ആയിരിക്കും. 7-ാമത്തെ ദിവസം ഫുൾ എക്സാം യൂട്യൂബിൽ, അതുമായി പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള എക്സാം ആണ് നടക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾ അറിയണമെങ്കിലും ഈ നമ്പറിലേക്ക് വിളിക്കുക. ഓക്കെ, ജോയിൻ ചെയ്തോ, ഇനി താമസിക്കുകയേ വേണ്ട. പിന്നെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻറോൾ ചെയ്യാൻ മറക്കരുത്, മടിക്കരുത്. ഓക്കെ, അതേപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇത് LP UPക്ക് ഒക്കെ കിട്ടിയ റാങ്കുകളാണ് എയിം സ്റ്റഡി സെന്ററിൻ്റെത്. ഇതേപോലെ അടുത്ത LDCക്ക് നിറച്ച് തന്നെ ഇഷ്ടം പോലെ റിസൾട്ടുകൾ ഇവിടെ നിന്ന് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഇതിനി മടിക്കാതെ ജോയിൻ ചെയ്തോ. ഓരോ ദിവസത്തെ ടൈം ടേബിളുകൾ തന്ന് നിങ്ങൾ പഠിക്കേണ്ടത് ഏതെന്ന് ഉൾപ്പെടെ തന്ന് റിവിഷൻ എക്സാംസ്, റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഈ ഒരു LDC റാങ്ക് കിട്ടാൻ വേണ്ടി ഞങ്ങൾ അത് നോക്കും. അത് നിങ്ങൾക്ക് തരും. അതുകൊണ്ട് മടിക്കാതെ എത്രയും വേഗം ജോയിൻ ചെയ്തോ. ഇതേപോലെ കേട്ടിട്ടും ഏറ്റവും കൂടുതൽ റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയായി ഇനി നമുക്ക് അടുത്ത കോഴ്സിൽ കംപ്ലീറ്റ് ചെയ്ത് സെറ്റ് ആവാൻ വേണ്ടി നമ്പറിൽ വിളിക്കുക, താഴത്തെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് വേണ്ടതെന്നുള്ളത് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? പറയാൻ മറക്കല്ല് കേട്ടോ. നിങ്ങളുടെ ഓരോ കമന്റ്സിലൂടെയും പോകും. ഓക്കെ, ഇനി പഠിച്ചു വരാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ സ്റ്റഡി പ്ലാനിൽ പറയാം. ഡേ 1 ടോപ്പിക്സ് ഇത് ഇത്രയുമാണ്. അത് ആപ്പിൽ എങ്ങനെ ആക്സസ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ളത് നിങ്ങൾക്ക് ഗ്രൂപ്പുകളിൽ അതായത് ഗ്രൂപ്പുകളിൽ ഇട്ട് തരും. ഡേ 2 ഈ ടോപ്പിക്കാണ്. 3 4 5 ടോപ്പിക്സ് കണ്ടല്ലോ. ഇപ്പോൾ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ കയറി ടൈം ടേബിൾ കിട്ടും. എന്നാൽ ഡേ 6 റിവിഷൻ ആണ്. നിങ്ങൾ ഇത് ആദ്യം മുതൽ
ഡേ 1 മുതൽ 5 വരെ പഠിച്ചതിന്റെ ഫുൾ റിവിഷൻ 7ലെ എക്സാം യൂട്യൂബിലുമാണ്. അപ്പൊ ഈ യൂട്യൂബ് ലൈവ് എക്സാം മറക്കരുത്. ഈ ഞായറാഴ്ച എല്ലാ റിവിഷൻ ക്ലാസ്സുകളും ഞായറാഴ്ചകളിലാണ് ഇടുന്നത്. അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം ഗ്രൂപ്പിൽ കൊടുക്കും. അപ്പൊ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഇതേപോലെ ഡേ 8, 9 ഒക്കെ തരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ആദ്യത്തെ ഡേ 6 വരെ ഉള്ളതിന്റെ റിവിഷൻ എക്സാം ഡേ 7ൽ നടത്താം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.